നമ്മള് നമ്മുടെ മനസ്സിലൊരു ഗൗരവം വേണം. ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നേക്കണം ജീവിക്കാനാണ്. എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനാണ്. അത് എനിക്ക് വേണ്ടിയാണ്. സത്യമായിട്ടും എൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാനാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ബാക്കി ഈവൻ പ്രോഗ്രാം പോലും എൻ്റെ ജീവൻ തിരിച്ചു പിടിച്ചതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം ഇതിൽ വന്നേക്കുന്നത് കുടി നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അതാണ് ഒരു യോഗ്യതയാണല്ലോ. അപ്പൊ ആ യോഗ്യത എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനും ജീവിതവും തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. ആ ഒരു സത്യം, ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉടനീളം നമ്മൾ ഈ പ്രോഗ്രാമിലുള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിനോടൊരു അഭിനിവേശം വരുന്നതും ഗൗരവം ഉണ്ടാകുന്നതും. ചിലപ്പോൾ ഒരു മീറ്റിംഗ് നഷ്ടപ്പെട്ടാൽ തന്നെ അവർക്ക് ഒരു സങ്കടം തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? ഈ പ്രോഗ്രാമിനോട് ഇതെൻ്റെ ജീവിതമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഷിബു ആണെങ്കിൽ, നമ്മുടെ രാജേഷൊക്കെ ആണെങ്കിൽ, അവരെത്രമാത്രം ഗൗരവമായിട്ടാണ് ഈ പ്രോഗ്രാം എടുക്കുക. എത്ര ആൾക്കാരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, എത്ര ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതൊക്കെ എനിക്കറിയാം. പക്ഷെ വരുന്ന ആൾക്കാരിൽ പല ആൾക്കാരും പെട്ടെന്ന് തന്നെ റിലാപ്സ് ആകും, പുനർപതനം സംഭവിക്കുന്നു, പിന്നെ അവർ പ്രോഗ്രാമിൽ കാണുന്നില്ല. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. കാരണം നമ്മൾ വിലപ്പെട്ട ജീവനും ജീവിതവും തിരിച്ചു പിടിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ് ജീവിതം, അല്ലേ? എന്താണത്? കാരണം ഈ പുറത്ത് ചുറ്റുപാടുകൾ, ഈ പ്രകൃതി, നമ്മുടെ സെൽഫ്, നമ്മുടെ മനസ്സ്. സെൽഫ് എന്ന് പറഞ്ഞാൽ ഹലോ, വീണ്ടും പോയോ? ഇന്ന് ഹലോ പിശാചിന്റെ ഡോക്ടറെ. ഞാനുള്ള ആ സത്വം, അതിൻ്റെ ശരീരം, അതിൻ്റെ മനസ്സ്. മറ്റൊന്ന്, എനിക്ക് ചുറ്റുപാടുമുള്ള എൻ്റെ സമൂഹം, ഞാൻ സഞ്ചരിക്കുന്ന ഈ പ്രകൃതി, സ്ഥലങ്ങൾ, വസ്തുക്കൾ, അതുമായിട്ടുള്ള സംസ്കാരങ്ങൾ, ബന്ധങ്ങൾ, നിയമങ്ങൾ, ഇതൊക്കെ അതുമായിട്ട് ഞാൻ അടുത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. അപ്പം ഞാൻ എൻ്റെ ചുറ്റുപാടുള്ള വസ്തുക്കൾ, അതുപോലെ ഇത് രണ്ടും പോരാ. എൻ്റെ ബോധം, എൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയും. എൻ്റെ ഈ കോൺഷ്യസ്നെസ് അതെനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ, ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, എത്രമാത്രം നിങ്ങളുടെ ബോധത്തിന് ശക്തി കൂടുന്നോ, സ്വന്തം ബോധത്തിൻ്റെ ശക്തി എത്രമാത്രം കൂടുന്നോ അത്രമാത്രം നിങ്ങളുമായിട്ട് വളരെ അടുപ്പമുണ്ട്. നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ, ശ്രദ്ധയുണ്ട്, ജാഗ്രതയുണ്ട്, നല്ല ധാരണയുണ്ട്. അത് ഓരോ നിമിഷവും, ഓരോ ദിവസവും, മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അത്. അപ്പോൾ എത്ര ബോധത്തിന് നല്ല ശക്തിയുണ്ടോ അത്രയും നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ എന്നെപ്പറ്റി അത്രമാത്രം ഗൗരവമുണ്ട്, കണക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം അതാണ്, സെൽഫ് അവെയർനെസ്, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം. നമ്മുടെ ഗ്രൂപ്പിൻ്റെ വേറൊരു പേരാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അത് മറന്നുപോകരുത്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അത് ആദ്യം ഓർക്കേണ്ട ഒരു സംഗതിയാണ്. എന്നെ സഹായിക്കാൻ വേണ്ടി, എനിക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാം. ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം. കാരണം അത്രമാത്രം നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്.
അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ തിരിച്ചു പിടിച്ചാലേ ജീവിതത്തിലേക്ക് വരുള്ളൂ. അപ്പൊ ഒന്ന്, ഞാൻ എന്നെ തിരിച്ചു പിടിക്കണം. 2, എനിക്ക് ചുറ്റുമുള്ള സംഭവങ്ങളൊന്നും ഞാൻ നിസ്സാരാക്കാൻ പറ്റില്ല. എനിക്ക് ചുറ്റുമുള്ള സമൂഹം, ഈ കഴിഞ്ഞ ദിവസം ചെന്താമരയെ പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമിച്ച് അടിച്ച് കൊന്നേനെ. നിങ്ങൾ ചെന്താമരയുടെ കഥയൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സമൂഹം അതിൻ്റെ എന്താണ് നോക്കുക. സമൂഹം എപ്പോഴും അങ്ങനെ നല്ല കാര്യങ്ങളിൽ തന്നെ ചിന്തിക്കുന്നത്. സമൂഹത്തിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വളരെ മോശപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കോൺഷ്യസ്നസ്, അതാണ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. നമ്മുടെ പ്രോഗ്രാം വർക്കൗട്ട് ചെയ്യുന്ന അതിൽ തന്നെയാണ്. അത് ഒരു സംശയം വേണ്ട. നമ്മുടെ മധ്യാസക്ത രോഗികളുടെ മാത്രമല്ല, അവരുടെ സപ്പോർട്ടേഴ്സ്, അവരെ സഹായിക്കുന്നവർ, അവർക്ക് ഹലോ ഹലോ ഡോക്ടറെ കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റത്തില്ല. എന്തോ കുഴപ്പമില്ല. സാറിന് കോള് വന്നാണ്. സാറ് കട്ടായത് അറിഞ്ഞില്ലല്ലോ. വൈഫൈ അല്ലേ? ഇടയ്ക്ക് എന്തോ ഒരു കട്ടായി പോയി. കട്ടായി പോകുന്നുണ്ട്. വൈഫൈ അല്ലേ സാറേ? വൈഫൈ ഉണ്ടല്ലോ. ശരി, നോ ഇന്റർനെറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. മോഡ് ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കി നോക്കോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ ഈ കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ, സമൂഹം, ആ സമൂഹത്തിൻ്റെ പ്രകൃതി, ആ അവസ്ഥ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ നിയമം, ഇതെല്ലാം കൂടി ചേർന്നാണ് ദി അതർ സെൽഫ് എന്ന് പറയുന്നത്. അതർ സെൽഫ്, എന്നെ കൂടാതെയുള്ള സെൽഫ് അവിടെ ഉണ്ട്. അതാണ് സമൂഹം. അപ്പം ഞാൻ, എൻ്റെ സമൂഹം, അതുപോലെ എൻ്റെ ബോധം, ആ ബോധത്തിന് വളരെ ശക്തിയുണ്ട്. അത് കളക്റ്റീവ് കോൺഷ്യസ്നസ് ആണ്. നമ്മൾ ഏത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഉൾക്കൊള്ളുന്ന ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ്, എല്ലാവരും കൂടി ബോധം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന. ഏല് വരണമെന്നില്ല, നമ്മുടെ സമൂഹം മൊത്തം ചേർന്നതാണ് നമ്മുടെ ജീവിതം. അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ സമൂഹമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നൊക്കെ വിചാരിക്കും. പക്ഷെ സമൂഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ആ ചെന്താമരയുടെ കാര്യത്തിൽ നടന്നത്. അയാൾ 2 പേരെ കൊന്നു. പിന്നെയും കൊല്ലാനായിട്ടൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പോലീസും നാട്ടുകാരും കൂടി, ആ നാട്ടുകാരുടെയൊക്കെ കയ്യിൽ വടി കണ്ടോ? അവരുടെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ അടിച്ച് കൊന്നേനെ. ഭാഗ്യത്തിന് പോലീസിൻ്റെ കയ്യിൽ കിട്ടി, അതുകൊണ്ട് അയാൾ ജീവിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അയാളുടെ വീട്ടിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും നാട്ടുകാർ അവിടെ ഇരച്ച് കയറി അയാളെ കൊല്ലാൻ വേണ്ടി. കാരണം ആ നാട്ടുകാർക്ക് ആ മരിച്ചുപോയ ആൾക്കാരോടും അവരുടെ ആ സ്നേഹം, പ്രതിബദ്ധത,
സമൂഹത്തിൻ്റെ ആ കളക്റ്റീവ് കോൺഷ്യസ്നസ്, അവിടെ അതാണ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. അയാൾ അങ്ങനെ ഉപദ്രവിക്കുകയല്ല, നിഗ്രഹിക്കുകയാണ് ചെയ്തത്. രണ്ട് ജീവൻ ബലമായിട്ട് രണ്ട് ജീവൻ എടുത്തു. അപ്പോൾ അയാൾക്കറിയാം, അയാൾ എന്താ പറഞ്ഞ എന്നെ 100 വർഷം ജയിലിലിട്ടു എന്ന് പറയുന്നത്. കാരണം അയാൾക്ക് സമൂഹത്തിൻ്റെ പുറത്തേക്ക്, ആ ജയിൽ കഴിഞ്ഞ് അപ്പുറത്തേക്ക് അയാൾക്ക് സമൂഹമുണ്ട്. അവിടെ അയാൾക്ക് ജീവനും ജീവിതം സുരക്ഷിതമല്ലെന്ന് അയാൾക്കറിയാം. അയാൾ തട്ടിപ്പ് പറയണത് എന്നെ 100 വർഷം ഇട്ടു എന്നൊക്കെ പറയണം. അപ്പോൾ അയാൾക്ക് ആ ബോധ്യം വന്നു, എന്താണ് സമൂഹത്തിൻ്റെ ബോധം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഓരോ മദ്യാസക്തനും ഈ 3 കാര്യങ്ങളും വളരെ ശക്തമായിട്ട് അയാളുടെ ഉള്ളിൽ കയറ്റി വിടണം. ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ ഈ മാരകമായിട്ടുള്ള രോഗങ്ങളുള്ള ഈ അവസ്ഥ, അത് ഞാനായി മാറാൻ പാടില്ല. സെൽഫ്, അതെനിക്ക് വേണ്ട. ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് എന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ സെൽഫ് ഹെൽപ്പ്, ഞാൻ എന്നെ സഹായിക്കുന്ന ഈ പ്രോഗ്രാം എനിക്ക് ആവശ്യമുണ്ട്. അതാണ് സെൽഫ് ഹെൽപ്പ്, അല്ലെങ്കിൽ 12 സ്റ്റെപ്പ് പ്രോഗ്രാം. രണ്ടാമത്, എനിക്ക് ഈ കോൺഷ്യസ്നസ്, എൻ്റെ പൊതുബോധം, ഈ ഗ്രൂപ്പ് കോൺഷ്യസ്നസ്, എൻ്റെ ഗ്രൂപ്പ് കോൺഷ്യസ്നസ് ആണ് എൻ്റെ പൊതുബോധം. അപ്പോൾ കുറെ മുമ്പ് കുറേ ആൾക്കാരൊക്കെ ഷെയർ ചെയ്തൊക്കെ ഞാൻ കേട്ടു, മറ്റേ ജ്വാല ഗ്രൂപ്പിൽ. അപ്പോൾ അവരൊക്കെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവരുടെ പൊതുബോധം, മറ്റാളുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ആ പൊതുബോധത്തിൻ്റെ ശക്തി ഉയർന്നു. അങ്ങനെ അവരെ പോലെ തന്നെ രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം, കോൺഷ്യസ്നസ്, ബോധത്തിനെ പുതുക്കിപ്പണത്. ഏല് വന്നാൽ ഒരു ഗുണം എന്താണെന്നറിയോ? ബോധം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ബോധത്തിനെ പുതുക്കിപ്പണിയും, പുതുതായിട്ട് അതിനെ മെച്ചപ്പെടുത്തും. അതാണ് പുതുക്കിപ്പണിയുന്നൊരു ബോധമുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും അയാൾ ഇൻവോൾവ് ആയിരിക്കണം. ഒന്ന്, അയാളുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം, അയാളുടെ ബോധം മാത്രമല്ല, അയാളുടെ പൊതുബോധം, ഇതൊക്കെ കൂടി ചേരുമ്പോഴത്തേക്കാണ് അയാൾക്ക് നിലനിൽപ്പുള്ളത്. അല്ലാതെ വേറെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുക. അത് തന്നെയല്ല, ഈ 3 അംഗീകരിച്ച് അയാൾ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, അയാൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി. നേരത്തെ ഷെയർ ചെയ്ത ഒരാളൊക്കെ പറഞ്ഞിങ്ങനെ, അയാളുടെ മക്കളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച് ഒക്കെ പറഞ്ഞ്, എന്താണ്, അപ്പോൾ അയാൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി. അയാളുടെ ഗ്രൂപ്പ് കോൺഷ്യസ്നസ്, ഈ മഹത്തായ ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ആ ബോധം, പൊതുബോധം അയാൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതൊക്കെ അയാൾ അറിഞ്ഞുകൊണ്ടല്ല, അയാൾ അറിയാതെ തന്നെ ഇതൊക്കെ പ്രവർത്തിക്കും. അതിങ്ങനെ ഈ പ്രോഗ്രാമിന് ഒരു പേര് നമ്മൾ പറയാനുണ്ട്. ഒരു റെയിൽ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ ട്രെയിൻ എങ്ങനെ ഓടുന്നു അതുപോലെ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അയാൾക്ക് ഈ 3 കാര്യങ്ങളും, അയാൾ എന്നുള്ള അയാളുടെ ആ മെച്ചപ്പെട്ട ബോധം, അയാളുടെ സമൂഹം, അയാൾ ഇഷ്ടപ്പെടുന്ന സമൂഹത്തെ അയാൾ ഇഷ്ടപ്പെടാൻ തുടങ്ങണം. അയാൾ ഇഷ്ടപ്പെടുന്ന സമൂഹം, അത് ഏകർ മാത്രമല്ല, അയാളുടെ കുടുംബം, അയാളുടെ ജോലിസ്ഥലം, അയാളുടെ സുഹൃത്തുക്കൾ, അയാളുടെ അയൽവക്കക്കാർ, അയാളെ സഹായിക്കുന്നവർ, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു പൊതുബോധം, അതിൻ്റെ ഗ്രൂപ്പ് കോൺഷ്യസ്നസ്, അതിൻ്റെ ബലം, അത് അയാൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അയാൾ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് ഇതിൽ കൂടി സഞ്ചരിക്കുള്ളൂ. ഇപ്പോൾ വലിയൊരു നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ എപ്പോഴും പറയാറുള്ളൊരു വാക്ക്, അത് നമ്മുടെ പ്രാർത്ഥനയെ അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിരിക്കും. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ നോബൽ സമ്മാനം കിട്ടിയ ഈ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അയാൾ വലിയ സ്റ്റേറ്റ്മെൻ്റാണ്. ഹെൽ ഈസ് ദി അതർ, ഈ മറ്റുള്ളവനാണ് നരകം. എന്നെ സംബന്ധിച്ചിടത്തോളം നരകം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനാണ്. അവൻ്റെ വാക്കുകൾ, അവൻ്റെ സംസാരം, അവൻ്റെ പൊങ്ങച്ചം, അവൻ്റെ സ്വഭാവം, അവൻ്റെ രീതികൾ, ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ല. ഈ ഒരു ധാരണ എത്രയോ ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്.
ഹെൽ ഈസ് ദി അതർ. ഹെൽ ഈസ് ദി അതർ എന്ന് വെച്ചാൽ മറ്റവനാണ് നരകം. എനിക്ക് ഞാൻ കാണുന്ന അവൻ പെർഫെക്റ്റ് അല്ല, അവൻ പൂർണ്ണതയില്ല, അവന് ഒരു പക്വതയില്ല, ശരിയല്ല. ഈ ഒരു ധാരണ എല്ലാവർക്കും ഈ മറ്റുള്ളവരെ പറ്റി ഒരു ധാരണ ഇങ്ങനെ ഉണ്ടാവുന്ന പറയണം. ഹെൽ ഈസ് ദി അതർ. ചിലപ്പോൾ രണ്ടുപേര് ഒരേപോലെ തന്നെ മറ്റു ലഹരികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ അവനാണ് ഭയങ്കര അടിമ. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആള് ശരിയല്ലാത്തവനും അവനാണ്. അതുകൊണ്ട് അവനെ വിമർശിക്കണം, അവനാണ് പ്രശ്നം. അപ്പം അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട ഒരു വലിയ സംഗതിയാണ്. നമുക്ക് അങ്ങനെ വിമർശിക്കാനുള്ള സംഗതിയൊന്നും ഇല്ല. നമ്മൾ കംപ്ലീറ്റ് നമ്മളിപ്പോൾ മദ്യം ഉപയോഗിക്കുന്നില്ല, മറ്റു ലഹരി ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരാളെ 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ധാരണ, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അത് നമുക്ക് വെച്ചു പുലർത്താൻ പറ്റില്ല. അയാൾക്കും അയാളുടേതായിട്ടുള്ള ഒരു ജീവിതം, ചിന്തകൾ, ധാരണകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അയാൾ മനസ്സിലാക്കാതെ അയാളെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് വാസ്തവത്തിൽ ഈ മദ്യാസക്ത രോഗികൾക്കും മറ്റ് ലഹരി മാനസിക കുഴപ്പമുള്ളവർക്കും ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ്, ഒരു ചിന്താരീതിയാണ്. അത് നമ്മൾ പ്രാർത്ഥനയിൽ അതിൻ്റെ ഒരു ഭാഗമുണ്ട്. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക. എന്താണ് മാറ്റുവാൻ പറ്റാത്തത്? ഈ മറ്റുള്ളവനെ പറ്റിയുള്ള ഈ ധാരണ, അത് മാറ്റാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ പുറകെ കൂടിയേക്കാണ്. ഈ ധാരണകൾ എപ്പോഴും നമ്മളിങ്ങനെ വേറെ ഒരു ഉപദ്രവകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പിന്തുടരും. അപ്പം നമ്മൾ ആ പ്രാർത്ഥനയിൽ കൂടി തന്നെ നമ്മൾ അതിനെ മാറ്റാനായിട്ട് പറയുവാണ്. നമ്മളതിന് സ്വീകരിക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് പൊരുത്തപ്പെടാൻ പറ്റും. നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ ലോകത്തിന്, ഈ മനുഷ്യരെ ഒക്കെ നന്നാക്കാനും ഉപദേശിക്കാനും അവർ നന്നായാൽ മാത്രം എല്ലാം ശരിയാവുള്ളൂ, അങ്ങനെ ഒരു ധാരണ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മളെ മാറ്റുക എന്നുള്ള. പ്രോഗ്രാം നമ്മളെ മാറ്റാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതും സെൽഫാണ് കേട്ടോ. സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം, നമ്മളെ മാറ്റാനുള്ള സഹായം, അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുവാണ് ആ സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം. അപ്പോൾ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റാനുള്ള അതിന് 2 കാര്യങ്ങൾ പറയുന്നതും നമ്മളിത് വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകാതെ പോകുന്നുണ്ട്. എന്നെ മാറ്റാൻ എനിക്ക് 2 കാര്യങ്ങൾ വേണമെന്ന് അതിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, അസാധാരണമായിട്ടുള്ളൊരു ധൈര്യം വേണം, എന്നെ മാറ്റാനുള്ള ധൈര്യം. അപ്പോൾ എയിൽ വരുന്ന ആൾക്കാർക്ക് ആദ്യം കിട്ടുന്നത് എന്താണ്? നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ വിറയൽ വരുമായിരുന്നു, എനിക്ക് ആൾക്കാരെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. അത് കറക്റ്റാണത്. ആങ്സൈറ്റി, സോഷ്യൽ ഫോബിയ എന്ന് പറയും. പല മദ്യാസക്തരും 2 ചിന്തകളായിട്ട് നടക്കുന്നത്. അതിൽ ഒന്ന്, അയാൾക്ക് ചികിത്സയിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവ് കിട്ടാത്തതിൻ്റെ ഒന്ന്, അയാൾ ഷെയിമാണ്. അയാൾക്ക് എന്തോ ഒരു ലജ്ജയുണ്ട്, എന്നെ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഗ്രൂപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മിണ്ടൂല. സോഷ്യൽ ആങ്സൈറ്റി, സമൂഹത്തെ നേരിടാനുള്ള ഒരു ഭയം, സോഷ്യൽ ആങ്സൈറ്റി, ഷെയിം. അത് നമ്മൾ പ്രോഗ്രാമിൽ വരുമ്പോഴത്തേക്കും ഗ്രൂപ്പിൻ്റെ ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ആ ഭയം മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ സംസാരിക്കും, നമ്മുടെ അനുഭവങ്ങൾ പറയും, നമ്മുടെ ധാരണകളൊക്കെ നമ്മൾ ഓപ്പൺനെസ് നമ്മൾ തുറന്നു വിടും. നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ അവിടെ നമ്മുടെ ഷെയിം, നമ്മുടെ ഭയം, അതെല്ലാം മാറിക്കിട്ടും. മറ്റൊന്ന് ഈ താരതമ്യമാണല്ലോ. ആ താരതമ്യ പഠനം അതില്ലാതാവും. മറ്റുള്ളവൻ ആണ് എൻ്റെ നരകം, അവൻ പറയുന്നത്, അവൻ പ്രവർത്തിക്കുന്നത്, അവൻ ശരിയല്ല, ആ ഒരു ചിന്ത നമ്മളെ മാറിക്കിട്ടും. അപ്പോൾ അത് വലിയ സംഭവമാണത്. ഷെയിം മാറിക്കിട്ടും,
മറ്റുള്ളവർ ചെറുതാക്കുന്ന പരിപാടി മാറിക്കിട്ടും. അവർ നന്നായാലും എല്ലാം കാര്യം ശരിയാവും എന്നുള്ള ധാരണ മാറിക്കിട്ടും. പിന്നെ ഞാൻ എന്നെ സഹായിക്കാനും തുടങ്ങും. സെൽഫ് ഹെൽപ്പ്. അങ്ങനെ വരുമ്പോഴാണ് മാനസാന്തരവും വിനയം. നമ്മുടെ 12 പടികളിലെ പ്രവർത്തനമൊക്കെ നടക്കണമെങ്കിൽ ഇതിൽ കൂടി സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കേജ് ടെസ്റ്റിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ കേജ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റിനെ പറ്റി എല്ലാ മധ്യാസക്തരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് ഡോക്ടർമാരും കൗൺസിലർമാരും ഒക്കെ ലോകവ്യാപകമായിട്ടുള്ള ഒരു കോമൺ ടെസ്റ്റാണ് കേജ് ടെസ്റ്റ്. വേറെ മിച്ചിഗൻ ടെസ്റ്റ്, മാസ്റ്റർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് 12 ചോദ്യങ്ങളുണ്ട്. അത് എയുടെ ലിറ്ററേച്ചറിലുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള സമയം പിടിക്കും. പക്ഷെ വളരെ ചുരുങ്ങിയ സമയത്ത് ചോദിക്കാവുന്ന 4 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരാൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സ്വയം ചോദിക്കാം. കട്ടിംഗ് ഷോർട്ട്. ഞാൻ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കട്ടിംഗ് ഷോർട്ട് എന്നാണ് എൻ്റെ പേര്. കട്ടിംഗ് ഷോർട്ട്. ഞാൻ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മദ്യമായിട്ടുള്ള എൻ്റെ കണക്ഷൻ മുറിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ആ ഒരു ധാരണ ഇല്ലാത്ത മദ്യപാനികൾ, അത് ചെറിയ കുടിയനായാലും ശരി, മദ്യാസക്ത രോഗി, കടുത്ത രോഗിയാണെങ്കിലും ശരി, ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ ആൻസർ ഉള്ളൂ. എന്താണ്? എനിക്ക് വിട്ടു നിൽക്കാൻ താല്പര്യമുണ്ട്. കാരണം ഒന്ന്, ഈ സമൂഹം അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ധാരണ എല്ലാവർക്കും അറിയാം. ഒരു കുടിയൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു വാക്കും കേൾക്കാൻ പോലും സമൂഹം ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും എനിക്ക് വിട്ടു നിൽക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു. എൻ്റെ കപ്പാസിറ്റി പോയി. എൻ്റെ വിട്ടു നിൽക്കാനുള്ള കഴിവ് എനിക്കിപ്പോൾ ഇല്ല. അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതെ, എനിക്ക് വിട്ടു നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ മാർക്ക് ചെയ്യുന്നത് സി എന്നാണ്. സി, കട്ടിംഗ് ഷോർട്ട്. അതിനോട് യോജിക്കുന്നു. ഇപ്പം ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ കോൺട്രാഡിക്ഷൻ എന്ന് പറയും. പരസ്പര വൈരുദ്ധ്യം. പരസ്പര വൈരുദ്ധ്യം. ഒന്ന്, അയാൾക്ക് വിട്ടു നിൽക്കാൻ ആഗ്രഹമുണ്ട്. ഒന്ന്, അത് എന്താണ് വൈരുദ്ധ്യം? പക്ഷെ അയാൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അയാൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വൈരുദ്ധ്യമാണല്ലോ. അപ്പോൾ ഈ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്യും. രണ്ടാമത്തേത് ആങ്കർ എന്ന് പറയും. ആങ്കർ, ദേഷ്യം. അത് മദ്യം കഴിച്ച് നമ്മൾ അതിനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ, അടുത്ത സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ അപ്പനോ, ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ അയാൾക്ക് അതിന് ആ സമയത്ത് ദേഷ്യം വരാറുണ്ടോ? അപ്പോൾ മിക്കവാറും ആളുകൾ സത്യസന്ധമായിട്ടാണ് ഉത്തരം പറയുകയാണ്. അയാൾക്ക് യെസ് എന്നുള്ള ഉത്തരവേ ഉള്ളൂ. കാരണം അത് സംഭവിക്കുന്നതാണ്. വൈരുദ്ധ്യമാണത്. വൈരുദ്ധ്യമാണ്. അയാൾക്ക് ദേഷ്യം എന്തിനാ ഉണ്ടാകുന്നത്? അയാൾ ചെയ്യാൻ പറ്റാത്ത പണി അയാൾ ചെയ്യുന്നു. അവിടെ വൈരുദ്ധ്യമാണല്ലോ. മൂന്നാമത്തെ ഗിൽറ്റ്, കുറ്റബോധം ഉണ്ടോ എന്നുള്ളതാണ്. കുറ്റബോധം. കുടിയെക്കുറിച്ച് അയാൾക്ക് 2 ദിവസം കഴിഞ്ഞ് അയാൾ ചിലപ്പോൾ വയലൻ്റായി കാണും. അയാൾ അസഭ്യങ്ങളൊക്കെ പറഞ്ഞു കാണും കുടിച്ചു കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിച്ച് കാണും. അയാൾക്ക് കൂടുതൽ പണമൊക്കെ ചിലവഴിച്ച് വീട്ടിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാകാതെ പോയി. കുറ്റബോധം ഉണ്ട് അയാൾക്ക്. അത് അയാൾ തുറന്നു പറയുകയാണെങ്കിൽ യെസ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. അവിടെ വൈരുദ്ധ്യമുണ്ട്. അയാൾ ആ പ്രവൃത്തി ചെയ്തിട്ടല്ലേ ആ കുറ്റബോധം വരേണ്ടി വന്നത്. അപ്പോൾ 2 സംഗതികളുണ്ട് അവിടെ. അപ്പോൾ ഗിൽറ്റ് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യും യെസ് എന്ന്. പിന്നെ ഈ 4ാമത്തെ ചോദ്യം ഭയങ്കര ഒരു ചോദ്യമാണ്. ഒരാൾ മദ്യത്തിന് അടിപ്പെട്ട് അടിമയായി എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള 100% തെളിവുള്ള ഒരു ചോദ്യമുണ്ട്. അതാണ്, രാവിലെ മദ്യം കണ്ടു കഴിഞ്ഞാൽ കുടിക്കാൻ തോന്നാറുണ്ടോ? ഈ രാവിലെയുള്ള മദ്യപാനം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും അത് ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. കാരണം എല്ലാത്തിനും തടസ്സമാവും. മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ചിലപ്പോൾ ജോലിക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത്.
അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് സ്മെല്ലുണ്ടാവും, ചിലപ്പോൾ അവർ തിരിച്ചറിയും. ഇത് ജോലിക്ക് ചിലപ്പോൾ തടസ്സമായിരിക്കും. ഇതൊക്കെ അയാൾക്കറിയാം. പക്ഷെ എന്നാൽ അയാൾ കുടിച്ചു പോകുന്നു. അത് വൈരുദ്ധ്യമല്ലേ? അപ്പം അത് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. അയാൾ അടിമത്തം, മദ്യത്തിന് മുന്നിൽ അടിമത്തമുള്ള ഒരാളാണെന്നുള്ള ഈ ഐ ഓപ്പണർ, കണ്ണ് തുറക്കുന്ന ഉടനെ മദ്യം വേണം, അത് അങ്ങേറ്റത്തെ മദ്യപാനമാണ്, ശരീരം കീഴടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണത്. അവിടെയും വൈരുദ്ധ്യമുണ്ട്. കാരണം ഇപ്പോൾ രാവിലെ ഒരാൾക്ക് ജോലിക്ക് പോകണം, അയാൾക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, പക്ഷെ എന്നാലും അയാൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ 4 പരസ്പര വൈരുദ്ധ്യം ഒരാളിൽ സൃഷ്ടിക്കുന്ന ഈ 4 ചോദ്യങ്ങൾ കേജ് ടെസ്റ്റ് എന്ന് പറയും. കേജ് ടെസ്റ്റ്. ഈ കേജ് ടെസ്റ്റ് 4 പോസിറ്റീവാണ്. ഭീകരമായ ഒരു അവസ്ഥയുടെ ഉള്ളിലാണ് അയാൾ ജീവിക്കുന്നത്. അയാൾ അറിയാതെ തന്നെ അയാളുടെ മദ്യപാനം വളരെ ഭീകരമായ ഒരു അവസ്ഥയിലാണത്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു വലിയ പ്രസക്തി. ഇത് വളരെ നിഷ്കളങ്കമായി അയാളിൽ നിന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഈ ഉത്തരം. അങ്ങനെ ഒരാൾ ഏജ് ടെസ്റ്റ് 4 പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഒരു 65-70% ഇത് ഇയാൾ ഭയങ്കര കടുത്ത മദ്യപാനിയാണെന്നുള്ളതിൻ്റെ ഇത് ഉള്ളിലാണ്. കറക്റ്റാണത്. അപ്പോൾ അയാൾക്കും ശരിക്കും ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടത്തി ചികിത്സിക്കുകയോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് എങ്കിലും ഒരു ചികിത്സ വേണം അയാൾക്ക്. അങ്ങനെ ചികിത്സിച്ച് അയാൾ എന്ത് വേണം? അയാളുടെ മനസ്സ്, ശരീരം ഒരു സോബർ സ്റ്റേറ്റ്, ഡീറ്റോക്സിഫിക്കേഷൻ നടന്ന ഈ വിഷാംശം കലർന്ന ഒരു സാധനം ശരീരത്തിൽ നിന്ന് പോകുന്നതിനാണ് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ മദ്യമാകാം, മറ്റു ലഹരി വസ്തുക്കളാകാം. അത് അയാളിൽ നിന്ന് പോകണം. പോയി കഴിഞ്ഞാലാണ് അയാളുടെ ബ്രെയിനിന് പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രോഗ്രാം സ്വീകരിക്കണമെന്ന് തോന്നാനും ഒക്കെ ഒരു ചികിത്സ അയാൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു ഡീറ്റോക്സിഫിക്കേഷൻ, അതുപോലെ ഡി അഡിക്ഷൻ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഇതിന് ഒത്തിരി തടസ്സമുണ്ട്. ഒരാളെ ഡീറ്റോക്സിഫൈ ചെയ്യാനും ഡി അഡിക്ഷൻ്റെ ഏർപ്പെടുത്താനും ഭയങ്കര തടസ്സമുണ്ട്. അത് നോക്കുക. ആ തടസ്സം എന്തൊക്കെയാണ്? ഒന്ന്, അയാൾ ഈ പൊതുസമൂഹം, അപ്പോൾ അയാളുടെ പ്രത്യേകിച്ച് അയാളുടെ സുഹൃത്തുക്കൾ, അയാൾക്ക് മദ്യാസക്തൻ എന്നുള്ള നിലയിലേക്ക് അയാൾക്ക് ഒരു സ്ഥാനം അവരുടെ ഇടയിലുണ്ട്, കപ്പാസിറ്റി ഉണ്ട് അയാൾക്ക്. അയാൾ മിടുക്കനാണ്. അപ്പോൾ ആ സ്നേഹം പങ്കുവെക്കലൊക്കെ വിടുമ്പോൾ അയാൾക്ക് ഒറ്റപ്പെടും. അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം അവിടെ അത് ഉപേക്ഷിക്കുമ്പോൾ അയാൾക്ക് സങ്കടം വരും. അപ്പോൾ ഇത് മദ്യത്തിൽ നിന്ന് വിട്ടപ്പോൾ പല ആൾക്കും ഡിപ്രഷൻ ഉണ്ടാവും, വിഷാദ രോഗം ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അതുപോലെ അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒരു ചികിത്സയിലേക്ക് പ്രവേശിക്കാനും തടസ്സം നിൽക്കുന്നത്, ഇത് ഒരു മുൻഗണന എടുക്കാൻ പറ്റില്ല. ഇതിനൊരു മുൻഗണന കൊടുക്കാൻ അയാൾക്ക് സാധിക്കില്ല. അത് അയാൾ നീട്ടിവെക്കും. അടുത്ത ആഴ്ച ആകട്ടെ, അല്ലെങ്കിൽ ഒരു മാസം കഴിയട്ടെ, ഇന്ന ആവശ്യങ്ങളൊക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ ഞാൻ ശബരിമലയ്ക്ക് പോയിട്ട് വരട്ടെ. ഇങ്ങനെ പല തരത്തിൽ അത് നീട്ടി അതിന് പ്രീ കണ്ടംപ്ലേഷൻ എന്ന് പറയും. പ്രീ കണ്ടംപ്ലേഷൻ ആലോചന നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അതിങ്ങനെ നീട്ടി എത്രയോ വർഷങ്ങൾ, 10 വർഷമൊക്കെ കഴിഞ്ഞവർ ധാരാളം പേരുണ്ട് ഈ ആലോചനയായിട്ട് നടക്കുന്നവർ. അപ്പോൾ ആ ആലോചന ചിലപ്പോൾ അന്ന് ഒരു ഉറപ്പിക്കണമെങ്കിൽ ശരി ആയിക്കളയാം, ഞാൻ ഈ ആലോചന നടപ്പിലാക്കാം എന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പിന്നീട് വേണ്ടി വരുന്നു, ഒന്നിൽ ചിലപ്പോൾ ഒരു കേസിൽ ചെന്നകപ്പെടണം, ഒരു പോലീസ് കേസ്, അല്ലെങ്കിൽ ഒരു ഉപദ്രവം എന്തെങ്കിലും ഉണ്ടാവും, ഒരു ആക്സിഡൻ്റ് ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ കാത്തിരിക്കും. ചിലപ്പോൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് മുറിവൊക്കെ മാറിക്കഴിയുമ്പോൾ ഉടനെ പിന്നെ തീരുമാനം മാറ്റും. അത് വീണ്ടും അടുത്ത 10 വർഷത്തേക്ക് പോകും. അപ്പോൾ അയാളങ്ങനെ നോക്കിയിരിക്കുകയാണ് ഓരോ കാര്യം. അയാൾ കൂടെയുള്ളവർ പറയാം, എന്നാൽ നമുക്കൊരു ചികിത്സയ്ക്ക് പോകാം, നമുക്ക് പോകാം, ചികിത്സിക്കാം. ചികിത്സയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അയാളുടെ മനസ്സ്, ഭാവന, ഇതൊക്കെ
ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് പോകും, അയാളെ പൊക്കിക്കൊണ്ട് പോകും. അങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്ന ഇതിനാണ് ട്രിഗർ എന്ന് പറയാം. ട്രിഗർ ഈ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തോക്കൊണ്ട് വെടിവെക്കുമ്പോഴത്തേക്കും ആ കാഞ്ചിയിൽ കൈ അമർത്തി കഴിഞ്ഞാലാണത് ആ വെടിയുണ്ട പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊരു വലിയ നിർണായക നിമിഷമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി വളരെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന, ശക്തമാവുന്ന അങ്ങനെ ആണ്. അപ്പോൾ ആ കൈ അമർത്തിയാലേ ശക്തമാവുള്ളൂ. അതിന് ട്രിഗർ. അങ്ങനെ ഈ ട്രിഗർ ഉണ്ടാക്കുന്ന ഒത്തിരി സംഗതികളുണ്ട്. അത് ഈ വെടിവെപ്പ് വിരൽ അമർത്താനായിട്ട് സഹായിക്കുന്ന സംഗതികളൊന്ന് മധ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് പല സംഗതികളും നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, മധ്യമായിട്ട് ബന്ധപ്പെട്ട ആള്, സ്ഥലം, സിറ്റുവേഷൻസ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കുന്നൊരു മദ്യത്തിൻ്റെ സ്ഥിരം കുടിക്കുന്നൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി ഒരു പ്രേരണയാകാൻ. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളുണ്ട്. വിശന്നിരുന്നാൽ, ഒറ്റയ്ക്കിരുന്നാൽ, ദേഷ്യപ്പെട്ടിരുന്നാൽ, ടയേർഡായിട്ടിരുന്നാൽ, ദാഹിച്ചിരുന്നാൽ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു റിലാപ്സ് സംഭവിക്കാം. നമ്മളതിലേക്ക് പോകും. ട്രിഗർ പോയിന്റിൽ കൂടി നമ്മൾ മദ്യം കഴിക്കാതെ നിൽക്കുകയാണെങ്കിലും നമ്മളതിലേക്ക് പോകും. അല്ലെങ്കിൽ ട്രിഗർ പോയിന്റ് നമ്മൾ വലിച്ചുകൊണ്ട് പോയാൽ നമ്മൾ സോബറാകാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയിലേക്ക് സ്ഥിരം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ട്രിഗർ പോയിന്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നമ്മളെ സ്വയം ഹെൽപ്പ് ചെയ്ത് സ്വയം രക്ഷപ്പെടുത്തി നമ്മളൊരു, എൻ്റെ അഭിപ്രായത്തിലൊരു 90 മീറ്റിങ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 90 മീറ്റിങ്സ്. അതിന് ശാരീരികമായിട്ട്, ശാസ്ത്രീയമായിട്ട്, സയൻറ്റിഫിക്കായിട്ട് വളരെയധികം വിലയുള്ള സംഗതിയാണ് 90 മീറ്റിങ്സ്. അത് സുഹൃത്തുക്കൾ ആ 90 ഉണ്ടാക്കിയതല്ല, അത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഈ 90 ദിവസം വിട്ടുനിൽക്കൽ ചികിത്സ വേണ്ട ഒരു രോഗമാണിത്. വിട്ടുനിൽക്കൽ ചികിത്സ. പല ആൾക്കാർക്കും ഈ വിട്ടുനിൽക്കൽ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റു ലഹരി വസ്തുക്കളുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ വിട്ടുനിൽക്കലാണ്. വിട്ടുനിൽക്കൽ ചികിത്സ വേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അലർജിയുള്ള കാര്യം. അലർജി എന്ന് പറഞ്ഞപ്പോൾ ചെമ്മീൻ അലർജി ഉള്ളവരുണ്ട്, പെനിസിലിൻ അലർജി ഉണ്ട്, വേറെ പല ഭക്ഷണ സാധനങ്ങൾ, പല മരുന്നുകളൊക്കെ അലർജി ഉള്ളവരുണ്ട്. അവരുടെ ചികിത്സ എന്താണ്? അവർക്ക് എന്തിനാണോ അലർജി ഉള്ളത് അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കണം. വിട്ടുനിന്നില്ലെങ്കിൽ അവരുടെ ജീവൻ പോവും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ എടുത്തേക്കുന്ന ചികിത്സാ രീതി വിട്ടുനിൽക്കൽ. അതാണ് വിട്ടുനിൽക്കൽ എന്ന് പറഞ്ഞാൽ 24 hour പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വിട്ടുനിൽക്കൽ ചികിത്സയുടെ ഭാഗമാണ്. അത് ആവർത്തിച്ച് ഒരു 3 മാസം കഴിയും. 3 മാസം കഴിഞ്ഞ് കുടിക്കാന്നല്ല അതിൻ്റെ അർത്ഥം. 3 മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ നോർമലാവും, നമ്മുടെ ബോഡി അതിന് വഴങ്ങിത്തരും. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റും. മനസ്സിനൊക്കെ കുറച്ച് മാറ്റം വരും. നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല റിലാക്സേഷൻ, ക്ഷീണമൊക്കെ മാറുന്നു. ഇതൊരു റിപ്പയർ വർക്കാണ്. ശരീരത്തിനുള്ള, മനസ്സിനുള്ള റിപ്പയർ വർക്കാണ് ഈ 3 മാസം സോബറാകുക എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ എന്താണ്, 12 പടികൾ, 12 പാരമ്പര്യങ്ങൾ, അതിൽ കൂടിയൊക്കെ മനസ്സൊന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനെ കൂടുതൽ ഇഷ്ടപ്പെടും. ഈ 12 പടികളിൽ കൂടി നമ്മൾ കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള അറിവ് നേടുന്നുണ്ട്. മനസ്സിന് ശക്തി കിട്ടും. 12 പടികളിൽ കൂടി പോകുമ്പോൾ മനസ്സിന് ശക്തി കിട്ടും. എന്താണ് അത്? നമ്മുടെ ഉള്ളിലേക്ക് 3-4 കാര്യങ്ങളെ തിരികെ കയറ്റും. ഒന്ന്, നമ്മുടെ തോട്ട് പ്രോസസ്സ്. നമ്മുടെ ചിന്ത കൊണ്ടാണ്. നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്ന ഒരു മെഷീനാണ് തോട്ട് പ്രോസസ്സ്.
അപ്പൊ ഇത് വല്ലപ്പോഴൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് പ്രോഗ്രാമിൽ വരുമ്പോഴൊക്കെ ഈ തോട്ട് പ്രോസസ്സ് നമുക്ക് വലിയൊരു ഉപകാരം ചെയ്യും. അതിനെപ്പറ്റി ആലോചിക്കും ഗൗരവമായിട്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും ഷെയറിങ് കേൾക്കുമ്പോഴത്തേക്ക്. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവമൊക്കെ ആയിട്ട് നമ്മൾ പരസ്പര ധാരണ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പല ആൾക്കാരും അങ്ങനെ മറ്റുള്ളവരുടെ അനുഭവം കേട്ട് സങ്കടപ്പെട്ട് വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ട് അവർ റിക്കവറി ആയി കഴിയുമ്പോൾ അതുപോലെ എനിക്കും റിക്കവറി ആകാൻ കഴിയും എന്ന മനസ്സിനൊരു കപ്പാസിറ്റി എനിക്കുണ്ട് എന്നുള്ളതിന് നമ്മൾ അനുകരിക്കും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മളറിയാതെ തന്നെ അതിനെ അനുകരിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളിലുണ്ടാവും ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തോട്ട് പ്രോസസ്സ് ഫീലിംഗ് വർക്ക് ചെയ്യും. മറ്റൊന്ന് നമ്മുടെ ബിഹേവിയർ നമ്മളറിയാതെ തന്നെ മാറിപ്പോവും. നമ്മുടെ സ്വഭാവം നമ്മളറിയാതെ തന്നെ പുതിയ രീതിയിൽ പറയാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങും. അതോടുകൂടി ആ ബിഹേവിയർ മോഡിഫിക്കേഷൻ വരും. അപ്പം അതുപോലെ ഇമോഷണലായിട്ടുള്ള വ്യത്യാസം ഭയങ്കരമാണ് കേട്ടോ. ഈ ആങ്കറിനൊക്കെ ഭയങ്കര മാറ്റം വരും. ഇമോഷൻസ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു സംഗതിയാണെന്നും അത് ശരിയായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ നമ്മളുടെ ഈ സ്വഭാവം മാറുമ്പോഴത്തേക്കും ഈ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും. നമ്മുടെ മനസ്സ് ഈ വിഷയങ്ങൾ കൊണ്ട് നല്ലൊരു ധാരണ ഉണ്ടാവും. മൈൻഡ്ഫുൾ ആകുക എന്ന് പറഞ്ഞാൽ ധാരണ ഉണ്ടാകുക എന്നാണ്. മനസ്സ് അതിൽ വ്യാപരിച്ച് നമുക്ക് ശക്തമായൊരു ധാരണ ഉണ്ടാക്കുന്നു. ആ ധാരണ ഞാൻ പറഞ്ഞില്ലേ, ആ വർക്കൗട്ട് ചെയ്യുന്നത് 24 hour പ്രോഗ്രാമിൽ കൂടിയാണ്. അപ്പോൾ എയിൽ വരുന്ന ഒരാൾ അച്ചീവ് ചെയ്യാൻ, അയാൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കേണ്ടത് എന്താണ്? 24 hour പ്രോഗ്രാം വർക്കൗട്ട് ചെയ്യാനാണ്. അത് മുന്നോട്ട് കൊണ്ടുപോയി 3 മാസം എന്ന് പറഞ്ഞാലൊക്കെ പിടിച്ചു നിൽക്കാനും മനസ്സിലാക്കാനുള്ള സമയമാണ്. പക്ഷേ പ്രോഗ്രാമിന് ഇഷ്ടപ്പെടാൻ തുടങ്ങണമെങ്കിൽ പിന്നെയും സമയം വേണ്ടി വരും. അത് 3 വർഷം, ഒരായുസ്. പലപ്പോഴും അതിനോടുള്ളൊരു അഭിനിവേശം, അത് നടപ്പിലാക്കാനുള്ള യുക്തി, സത്യസന്ധത, ഇതൊക്കെ അയാൾക്ക് കിട്ടും. അയാളറിയാതെ അയാൾ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ പ്രോഗ്രാം. ഇപ്പോൾ ഒന്നാമത്തെ പടി എടുക്കുവാണെങ്കിൽ തന്നെ മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരായി, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയെന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റിയാണ്. റിയാലിറ്റി, യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുന്ന ഒരു ഫിലോസഫിയാണ് യാഥാർത്ഥ്യബോധം. എന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്നോ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. വെറുതെ ഒരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു പ്രസ്താവനയാണത്. പക്ഷെ ആ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നത് ഭയങ്കര റിയാലിറ്റിയാണ്. മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ്. അത് നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് എല്ലാം തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാലേ സറണ്ടർ ചെയ്തോളൂ, കയറുള്ളൂ. പ്രോഗ്രാമിൽ കയറണമെങ്കിൽ ഒന്നാമത്തെ പടിയില്ലെങ്കിൽ കയറൂല. പക്ഷെ ആ ഒന്നാമത്തെ പടിയോടുള്ള വെറുപ്പ് കൊണ്ട് എത്രയോ ആൾക്കാർ ജീവിതം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ആ ഒന്നാമത്തെ പടി കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇതൊക്കെ വെറുതെ പറയുന്നത്. ആ ഒന്നാമത്തെ പടിയിലെ ആ സത്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അവിടെയാണ് അയാൾ പ്രോഗ്രാമിൽ എത്തി എന്നുള്ളത് മനസ്സിലാകുന്നത്. മദ്യത്തിന് മുന്നേ ഞങ്ങൾ ശക്തിഹീനരാണ്, അല്ലെങ്കിൽ ഏത് ലഹരി വസ്തുവിൻ്റെ മുമ്പിലും ശക്തിഹീനരാണ്. ഈ പ്രോഗ്രാമിൽ ഒരു പ്രശ്നമുണ്ട്. മറ്റുള്ളവർ, മറ്റു ലഹരി ഉപയോഗിക്കുന്നവർ ഈ മദ്യം പോലെ ഒരു സാധനമാണ് മറ്റെന്നുള്ളത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ പ്രോഗ്രാമിൽ വരുമ്പോൾ എല്ലാ ലഹരി വസ്തുക്കളും ഒരുമിച്ച് തന്നെ നിർത്തണം. അത് നിർബന്ധമാണ്. കാരണം ഇതിൽ ഒരു ക്രോസ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അപ്പോൾ നിങ്ങൾ പുകയിലും മദ്യവും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പുകയില നിർത്തുന്നില്ല, മദ്യം മാത്രം നിർത്തി 24 മണിക്കൂർ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോവാണ്. ഭയങ്കര ഒരു കുഴപ്പമുണ്ട്.
നിങ്ങൾ ഒരു 3 മാസം കഴിഞ്ഞാലും നിങ്ങളെ മദ്യത്തിനെ കുറിച്ചുള്ള ഓർമ്മ പിന്തുടരും. കാരണം നിങ്ങൾ കഴിച്ചതൊക്കെ മദ്യം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പുകയും വലിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഈ തോട്ട് പ്രോസസ്സ് ഇടയ്ക്ക് കയറി പ്രവർത്തിച്ചു. അപ്പോൾ ക്രേവിങ് ഉണ്ടാവും, ആർത്തി. അതിനോട് ആർത്തി കെട്ടടങ്ങൂല, ആർത്തി പ്രവർത്തിക്കും. അതാണ് ക്രോസ് റിയാക്ഷൻ. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ പുക വലിക്കുമ്പോൾ മദ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ, മെമ്മറി അവിടെ വരും. മെമ്മറി ഇടപെടും. അവസാനം നിങ്ങൾ റിലാപ്സിലേക്ക് കൊണ്ടുപോകും. അത് വളരെ സയൻറ്റിഫിക് ആണ്, യുക്തിപൂർവ്വമുള്ള സംഗതിയാണ്. അപ്പോൾ എന്തെല്ലാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ നിർത്തിയിട്ട് നിങ്ങളുടെ ബ്രെയിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല. അത് നമ്മുടെ ഈ ലഹരി വസ്തുക്കൾ മാത്രമല്ല, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സ്വഭാവം പോലും നമ്മളെ വശീകരിക്കുന്നതാണ് പറയണത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഏല് ഈ 12 പടികളും 12 പാരമ്പര്യങ്ങളും അതിനു വേണ്ടിയാണ്, സ്വഭാവത്തെ മാറ്റാൻ വേണ്ടിയാണ്. ചില സ്വഭാവങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. ആളുകൾ പല തർക്ക വിഷയങ്ങളും രാഷ്ട്രീയ പാർട്ടി, ഒരു പക്ഷം ചേർന്നുള്ള വാദപ്രതിവാദങ്ങൾ, തർക്ക വിഷയങ്ങൾ, അതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റുന്ന ശരീരവും മനസ്സും അല്ല. അത് നമ്മുടെ പാരമ്പര്യത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പടികളും പാരമ്പര്യങ്ങളും നമ്മുടെ സ്വഭാവത്തെ മാറ്റാനുള്ള പരിപാടികളാണ്. പല സംഗതികളും, പല പടികളും വളരെ വളരെ നമ്മുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുന്ന സംഗതിയാണ്. ഒരു കാര്യം പറയാം, പണ്ട് ഈ സോക്രട്ടീസ് പറഞ്ഞിരുന്ന ഒരു വാക്ക് പോലും, ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പടിയായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. സോക്രട്ടീസ് ഗ്രീസിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു ഫിലോസഫറാണ്, ദാർശനികനാണ്. ഇന്നും അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാത്ത ഈ ഫിലോസഫിയുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പരിശോധിച്ച് നോക്കാത്ത ജീവിതം ജീവിക്കാനേ യോഗ്യതയില്ലാത്തതാണ്. ജീവിക്കാൻ പോലും അതിന് യോഗ്യതയില്ല, അത്രമാത്രം മോശപ്പെട്ടാണ്. പരിശോധിച്ച് നോക്കാത്ത ജീവിതം. ഈ പ്രോഗ്രാമിലെ ഉടനീളം ഈ പടികളിൽ എന്താണ് പറയുന്നത്? നിങ്ങളെ പരിശോധിച്ച് നോക്കുക. പരിശോധിച്ച് നോക്കാൻ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ച് നോക്കുക മാത്രമല്ല, സ്വഭാവത്തെ മാറ്റിമറിക്കാനും പറയുന്നുണ്ട്. ഇപ്പോൾ 8ാമത്തെ പടി, നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ തയ്യാറായി. എനിക്ക് തെറ്റ് പറ്റിയെന്ന് 2 വാക്ക് പറയുന്നതിന് തുല്യമാണത്. എനിക്ക് തെറ്റ് പറ്റിയെന്ന് ഏറ്റു പറയുക. എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്ന അന്നേരം. ഭയങ്കര ഒരു പടിയാണത്. അപ്പോൾ ഇതൊരു വലിയ ഫിലോസഫി പ്രിൻസിപ്പിൾസ് ആണ് ഇതൊക്കെ. അത് നമ്മൾ സ്വയം വ്യാഖ്യാനിക്കുകയും സത്യം കണ്ടെത്തുകയും ഒക്കെ ചെയ്യും. പിന്നെ അത് രസകരമായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഈ മദ്യത്തിൽ നിന്നും വിട്ട് നിങ്ങൾ ഒരു 6 മാസം മദ്യത്തിൽ നിന്നും മറ്റ് ലഹരി സാധനങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പുകയിലയിൽ നിന്നും 6 മാസം വിട്ടു നിന്നാൽ, ഇത് ശാസ്ത്രീയമായിട്ടുള്ള പുസ്തകത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ് ഞാൻ പറയുന്നത്. 6 മാസം നിങ്ങൾ വിട്ടു നിന്നാൽ നിങ്ങളുടെ മരണസാധ്യത 50% കുറയുമെന്ന് പറഞ്ഞു. ഇതിൽ കൂടിയുള്ള മരണസാധ്യത 50% കുറയും. അത് വലിയൊരു സംഭവമല്ലേ? ഞാൻ വെറുതെ പറയുന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കാട്രി പുസ്തകത്തിൽ അവർ ശുപാർശ ചെയ്തേക്കാണ്, നിങ്ങൾ പുകവലി നിർത്തുക. പുകവലി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലുണ്ടല്ലോ, മദ്യം പുകയിലൊക്കെ കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ മരണസാധ്യത ഭയങ്കര ഭീകരമാണ്. കാരണം 4 ഇരട്ടി വേഗത്തിൽ ഈ പുകയിലയുടെ ഉപയോഗം ഹാർട്ടിലെ, ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളെ ബാധിക്കുകയും അതിൻ്റെ ഉള്ളിൽ ഉള്ള ആ രക്തക്കുഴലിൻ്റെ ഉൾഭിത്തിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ മാറ്റങ്ങൾ കൂടി എന്ത് പറ്റും, അവിടെ ചില
ചെറിയ ഇത് ഇളകിപ്പോവുകയൊക്കെ ചെയ്യും. ചില ഭാഗങ്ങൾ ഇളകിപ്പോവും. അവിടെ ബ്ലീഡിങ് ഉണ്ടാവും. അവിടെ ബ്ലീഡിങ് ഉണ്ടായാൽ അവിടെ ക്ലോട്ട് ഉണ്ടാവും, ഒരു കട്ടി ഉണ്ടാവും. ആ കട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മരിക്കും. അതാണ് അറ്റാക്ക് എന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക്. അത് തലച്ചോറിലാണെങ്കിൽ സ്ട്രോക്ക് വരും. മരണസാധ്യതയാണത്. അപ്പോൾ അത് അവർ പറയുന്നത് ഒരു സയൻറ്റിഫിക് എവിഡൻസ് ആണത്. 50% അങ്ങനെ അവർ പരീക്ഷണം നടത്തിയതിൽ 50% ആൾക്കാർക്ക് ഇങ്ങനെ നിർത്തിവെക്കലിൽ കൂടി 6 മാസം ആകുമ്പോഴത്തേക്കും മരണസാധ്യത 50% കുറയുന്നു. പിന്നെ അവരത് നിലനിർത്തിയാൽ മതി. എന്തെന്ന്? ഉപയോഗം ഇല്ലാത്ത ഒരവസ്ഥയെ കൂടി അബ്സ്റ്റിനൻസ്, വിട്ടുനിൽക്കൽ, അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, അവർക്ക് മാറ്റം സംഭവിക്കുന്നവരാണ്. ഇത് 3 കാര്യങ്ങൾ വളരെ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ മദ്യം, പുകയില, അതുപോലെ ഈ കോഫി കടുത്ത രീതിയിൽ കഫീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് 3 കൂടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉത്തേജനം കൂടുതലാവും. ഈ കഫീൻ എന്ന് പറയുന്ന സാധനം ഉത്തേജനം ഉണ്ടാക്കുന്ന സാധനമാണ്, സ്റ്റിമുലൻറ്റ്. അങ്ങനെ ഈ തലച്ചോറിന് ഉത്തേജനം ഉണ്ടാക്കുന്ന സാധനം ഇത് ടൊബാക്കോയും ആൽക്കഹോളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരണസാധ്യത വളരെ കൂടുതൽ. ഇത് 3 നിർത്താൻ വളരെ എളുപ്പമാണെന്ന് അവർ പറയുന്നത്. 50% മരണസാധ്യത കുറയുന്നു, ഗ്യാരണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു സയൻറ്റിഫിക് എവിഡൻസ് ആണ്, തെളിവാണ്. അപ്പോൾ ഈ എയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സംഭവമാണത്. പിന്നെ എന്തുകൊണ്ട് പെട്ടെന്നുള്ള മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് പതുക്കെ മദ്യം ശാരീരിക അവയവങ്ങളെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അതിലൊന്നും പല ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അത് വൃക്കയെ ബാധിച്ചാലും കരളിനെ ബാധിച്ചാലും പാൻക്രിയാസിനെ ബാധിച്ചാൽ മാത്രമാണ് ഒരാൾ ഞെട്ടിപ്പോകുന്നത്. എന്നുവെച്ചാൽ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ കടുത്ത വയറ്റുവേദന ഉണ്ടാവും, ഷോക്ക് ഉണ്ടാവും, ചിലപ്പോൾ രക്തം ഛർദ്ദിക്കുക, മരണം ഉണ്ടാവും പെട്ടെന്ന്. മറ്റൊക്കെ ഇങ്ങനെ രോഗം ഇങ്ങനെ വന്ന് കൂടി പെട്ടെന്ന് പൊട്ടിത്തെറിക്കൽ പോലെ വരുമ്പോഴാണ് സംഭവം. അന്നേരം പിന്നെ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ അത് ഏത് സമയത്തും സംഭവിക്കും. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണസാധ്യത ഇതിലുണ്ട് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് മധ്യാസക്ത രോഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്, ഗവേഷണങ്ങളിൽ കണ്ടേക്കുന്നത് തലച്ചോറിലെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുക എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് ഹൈപ്പോഗ്ലൈസീമിയ. പ്രത്യേകിച്ച് നിങ്ങൾ ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ഒരാൾ കൂടിയാണെങ്കിൽ സാധ്യത കൂടുതൽ. അതുപോലെ വെള്ളവും കുടിക്കാതെ ഭക്ഷണവും കഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ ഈ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകും, വളരെ കുറയും. അത് ഒരു 80 മുതൽ താഴേക്ക് 20 ആകുമ്പോൾ ആൾ മരിച്ചു പോകും, അപസ്മാരം ഉണ്ടാകും. ഷുഗർ കുറയാം, പ്രഷർ കുറയാം, ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും, ഹൈപ്പോ ടെൻഷൻ. BP കുറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് തലച്ചോറ് ഹൃദയത്തിനും ശ്വാസകോശത്തിനും അതിനെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് കൺട്രോൾ ഇല്ലാതെ പെട്ടെന്ന് മരണം സംഭവിക്കും. മറ്റൊന്ന് ഹൈപ്പോ കലീമിയ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കുറഞ്ഞു പോകും. പൊട്ടാസ്യം മദ്യപാന രോഗത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതാണ് പൊട്ടാസ്യം കുറഞ്ഞു പോകുക. പൊട്ടാസ്യം കുറഞ്ഞാൽ ഈ ഹാർട്ടിന് പമ്പിങ് കുറഞ്ഞു പോകും, എല്ലാ മസിൽസിൻ്റെയും പമ്പിങ് കുറഞ്ഞു പോകും. കാൽസ്യം അത് ഭയങ്കര വ്യത്യാസം വരാം. കാൽസ്യം, ഫോസ്ഫറസിൽ വ്യത്യാസം വരാം, മഗ്നീഷ്യത്തിൽ വ്യത്യാസം വരാം. അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ഈ ചൂട് തണുപ്പ് അതിനെ നിയന്ത്രിക്കൽ. 98 ഡിഗ്രി കൂടുതൽ പോയി കഴിഞ്ഞാൽ ഡെലീറിയം എന്ന് പറഞ്ഞാൽ ഒരു അപസ്മാരം പോലെയൊക്കെ വരിക, ഒരു മായയായിട്ടുള്ള ഫീലിങ്സ്. നമ്മൾ വിട്രോയിലൊക്കെ ഡെലീറിയം സംഭവിക്കാം. പനി വരിക, ഈ പനി ഒരു 108 ഡിഗ്രി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അപസ്മാരമൊക്കെ വന്നിട്ട് മരിച്ചു പോകാം. നേരെ ഓപ്പോസിറ്റായിട്ട് ടെമ്പറേച്ചർ റെഗുലേഷൻ സാധിക്കുന്നില്ല, കാലാവസ്ഥ തണുപ്പാണ്, ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്, 95 ഡിഗ്രി താഴെ വന്നു കഴിഞ്ഞാൽ മരണം
പെട്ടെന്നുണ്ടാവും. പിന്നെ മറ്റൊന്ന് വൈറ്റമിൻ B1 ഫോളിക് ആസിഡൊക്കെ കുറയുന്ന അവസ്ഥയിൽ ഈ വെർണിക്കേസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ കണ്ടുപിടിച്ചൊരു രോഗമാണ് വെർണിക്കേസ് എൻകഫലോപ്പതി എന്ന് പറഞ്ഞാൽ തലച്ചോറിന് നീർക്കെട്ടിൽ വരിക. അത് വൈറ്റമിൻ B1 കുറയുമ്പോഴാണ്. അതിൽ ഇതുപോലെ തന്നെ അപസ്മാരം വരിക, മായക്കാഴ്ചകൾ കാണുക, മരണസാധ്യത. അതിൽ വേറൊരു തരത്തിലുള്ള ഇത് കൂടി ഈ വെർണിക്കേസ് എൻകഫലോപ്പതി എന്ന് പറഞ്ഞ തലച്ചോറിൽ അസുഖം വരുന്ന സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ കുറയും. നമ്മുടെ കാഴ്ചയ്ക്ക് രണ്ടായിട്ടൊക്കെ കാണും. നമ്മൾ ഈ കോർഡിനേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ കൈ നിവർത്തി മൂക്കിൻ്റെ അറ്റത്ത് തൊടാൻ പറയുന്നില്ലേ, അത് കൈ നിവർത്താനും മൂക്കിൻ്റെ അറ്റത്ത് കറക്റ്റായിട്ട് തൊടാനും ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കൈ മൂക്കിൻ്റെ അറ്റത്തേക്ക് എത്തില്ല. അപ്പോൾ അത് സെറിബെല്ലം എന്ന് പറഞ്ഞൊരു അവയവത്തിന് കേടുപറ്റുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരും. ഒരു പ്രത്യേകതരം ഒരു ഫംഗസ്, ഒരു പൂപ്പൽ കണ്ണിൻ്റെ അടിയിൽ താഴെ വരും. അതൊരു സിഗ്നലാണ് മരിക്കാൻ പോവാന്നുള്ളത്. ഞാൻ അങ്ങനത്തെ രോഗികൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള സംഗതികൾ, മരണം കൂടേണ്ടെന്നുള്ളതിൻ്റെ എവിഡൻസ് ആണത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫിനെ തിരിച്ചു കിട്ടണം. മറ്റുള്ള സെൽഫ്, മറ്റുള്ള സമൂഹത്തിലെ ആളുകൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ, അതുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അത് നമുക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോധം തിരിച്ചു കിട്ടണം. എന്ത് കളക്റ്റീവ് കോൺഷ്യസ്നസ്, മറ്റുള്ളവർ ഒരുമിച്ച് ചേർന്നുള്ള ബോധാവസ്ഥ, അത് നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഭയങ്കര മനുഷ്യത്വം. അവിടെയാണ് നമുക്ക് ആത്മീയത ഉണ്ടാവുന്നത്. ഇതൊക്കെ കൂടി വർക്കൗട്ട് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ് 12 പടികൾ 12 പാരമ്പര്യം. അപ്പോൾ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് വന്ന ആളുകൾക്കൊക്കെ ഒരു നല്ല ഒരു സുബോധ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ, രാജേഷ്, താങ്ക് യു ഡോക്ടർ, രാജേഷ്, താങ്ക് യു. ഓക്കെ. സുഹൃത്തുക്കളെ, ആരെങ്കിലും സാറുമായിട്ട് സംശയങ്ങളോ സാറിന്ന് സംസാരിച്ചതിനെ ആസ്പദമാക്കിയിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും സാറുമായിട്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലോ മുമ്പോട്ട് കടന്നു വരാവുന്നതാണ്. സാറേ സാറേ, നമസ്കാരം. പറഞ്ഞോ. ഷിബു പറയണോ? വിനേട്ടൻ പറ. ഇല്ല, പറഞ്ഞോ. സാറേ നമസ്കാരം. ഡോക്ടറെ, ഞാൻ മദ്യാസക്തനാണ്. പേര് വിനയൻ. ഇന്നേ ദിവസം മദ്യപിച്ചില്ല. പിന്നെ എൻ്റെ ഒരു സംശയം, സാറ് ഇന്ന് സൂചിപ്പിച്ച കാര്യത്തിൽ, ഇപ്പോൾ കുടിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും കുടി നിർത്തുന്ന സമയം പിന്നീട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരുമ്പോൾ, ഇപ്പോൾ ഒരു അപകടം സാറ് സൂചിപ്പിച്ച ആക്സിഡന്റ് പറ്റി, അതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും പോയിട്ട് കുടിക്കില്ല എന്നൊക്കെ തീരുമാനിക്കുന്നു, പക്ഷെ വീണ്ടും പോയിട്ട് കുടിക്കുന്നു. പിന്നെ ആദ്യകാലങ്ങളൊക്കെ കുടി നിർത്തിക്കഴിഞ്ഞാൽ ഉറക്കം കിട്ടായിക, ഭക്ഷണം കഴിക്കാൻ പറ്റായിക, അതൊക്കെ ശരിയായി വരുമ്പോൾ നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുന്നുള്ള ധാരണയിൽ വീണ്ടും പോയി കുടിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സോബറായതിനു ശേഷം ഏകദേശം അതിൻ്റെ ഒരു ശൈലിയിൽ തന്നെ നമ്മളെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ഇതുപോലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ജോലിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ജോലി ഒക്കെ ശരിയായ രീതിയിൽ ഒരു പരിധി വരെ കൊണ്ടുപോകുന്നു. പിന്നെ അത് നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം. ഏകദേശം ശരിയായല്ലോ, ഇനിയിപ്പോൾ അപ്പൊ കുടിയുടെ ഒരു സ്വഭാവത്തിന്റെ ആ ഒരു ശൈലി കുടി നിർത്തുമ്പോഴും മറ്റ് മേഖലകളിലൊക്കെ തന്നെ അതേ രീതി പലപ്പോഴും ഞാൻ അവലംബിച്ചു പോരുന്നു. അപ്പൊ വീണ്ടും ഒരു ഗ്യാപ്പ്, ആ പ്രോഗ്രസ്സിനെ പലപ്പോഴും അത് ബാധിക്കും. സുബോധത്തിന്റെ പ്രോഗ്രസ്സിനെ ആ പ്രശ്നം ബാധിക്കുന്നത് പോലെ ദൈനംദിന ജീവിതത്തിലുള്ള വളർച്ചയെ ബാധിക്കുന്നതിൽ എന്താ പരിഹാരം സർ? തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ്. ഈ മധ്യാസക്ത രോഗത്തിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ചിലതരം ചിന്താരീതികളുണ്ട്.
നമ്മുടെ ചിന്തയുടെ നമ്മുടെ പ്രവർത്തനത്തിന്, ശരീരത്തിന്റെ പ്രവർത്തനത്തിനും ചില രീതികളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമുക്ക് ഇനിയും ഒന്നും വരൂല, ഇനിയൊന്നും പ്രശ്നമില്ല എന്നുള്ള ഒരു ധാരണയാണ്. അപ്പൊ അത് നിഷേധമാണ്. ഈ സൂക്കേടിനെ നിഷേധിക്കുന്നതിന് തുല്യം തന്നെയാണത്. ഇനി ഇതൊരു ആയുഷ്കാല രോഗമാണ്. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ പ്രമേഹ രോഗം ആയുഷ്കാല രോഗമാണ്, രക്തസമ്മർദ്ദ രോഗം ആയുഷ്കാല രോഗമാണ്, അതുപോലെ വൃക്ക രോഗം ആയുഷ്കാല രോഗമാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ രോഗം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള കാര്യം, മദ്യാസക്ത രോഗം മദ്യം കഴിക്കുന്നതുകൊണ്ടാണ്. അതിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കലാണ് നമ്മുടെ പരിപാടി. അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ നിഷേധം ഒന്നാമത്തെ ഒരു കാരണമാണ്. നമ്മുടെ രോഗകാരണത്തെ നമ്മൾ നിഷേധിച്ചുകൊണ്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ബുദ്ധിയില്ലായ്മയാണ്. ജനറൽ ഇന്റലിജൻസ്, പൊതുവായ ബുദ്ധിശക്തി നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് ആ നിഷേധം. പിന്നെ നിസ്സാരമാക്കല്, ഈ സൂക്കേടിനെ നിസ്സാരമാക്കൽ എന്നുള്ള പരിപാടി, പ്രക്രിയ, അത് പറ്റില്ല. അപ്പൊ നിഷേധിക്കാൻ പറ്റില്ല, നിസ്സാരമാക്കാനും പറ്റില്ല. പിന്നെ ഇടയ്ക്ക് കയറിയിട്ടൊരു പരിപാടി ഉണ്ടാവും. കുറച്ചൊക്കെ സോവറായി കഴിയുമ്പോൾ ഈ യുക്തി പറയാൻ തുടങ്ങും, എല്ലാം ന്യായീകരിക്കും. യുക്തി കൊണ്ട് ന്യായീകരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈ കുറെ ആൾക്കാർ ഇങ്ങനെ മദ്യം കഴിച്ചൊക്കെ നടക്കുന്നുണ്ട്. അവരെ കാണുമ്പോൾ തോന്നും, ഓ, അവന്റെ വീട്ടിൽ അവൻ ഭയങ്കര സന്തോഷത്തിലാണ്, ഞാൻ മദ്യം കഴിക്കുന്നില്ല, വെറുതെ ഈ പൊട്ടത്തരം കാണിച്ച് ഞാൻ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു റിക്രിയേഷൻ, ഒരു വിനോദം ഇല്ല, ഒരു സുഖവും ജീവിതത്തിനില്ല എന്നൊക്കെ ഈ മദ്യം കഴിച്ച് നടക്കുന്ന ആളുകൾ, അവരുടെ പെരുമാറ്റം, അവരുടെ ചലനങ്ങൾ ഒക്കെ കാണുമ്പോൾ തോന്നും അവൻ സന്തോഷിക്കുകയാണ്. നമ്മളോട് സെൽഫ് പിറ്റി, നമ്മളോട് ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു സഹതാപം, അവൻ സന്തോഷിക്കുന്നു. ഇങ്ങനെ വേർതിരിച്ച് കാണുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവന്റെ വീട്ടിൽ പോയി നോക്കണം. അവന്റെ അവിടെ നിന്ന് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അവൻ അവിടുത്തെ പ്രോപ്പർട്ടി ഒക്കെ നശിപ്പിച്ച് കാണും. അവന് പുറമെ കാണിക്കുന്നതല്ല ജീവിതം. അവന്റെ വീട്ടിലെ ജീവിതവും ആൾക്കാരുമായിട്ടുള്ള ഇടപെടലൊക്കെ, അവന്റെ ജോലിയിൽ ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. അവൻ കുടിക്കുന്ന അവനെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുകയാണ് ഉടനെ അവൻ സന്തോഷിക്കാന്ന്. ഇത് ഭയങ്കര തെറ്റായ ഒരു അട്ടർ ഫെയിലിയർ ആണത്. ആ തിരിച്ചറിവില്ലായ്മ ഭയങ്കര അതുപോലെ തന്നെ ഇയാള് റിലാപ്സിന്റെ വക്കിൽ നിൽക്കുവാണെങ്കിൽ ഇയാൾ അതിനെ മറികടക്കാനായിട്ട് ദേഷ്യപ്പെട്ട് അതിനെ മറികടന്ന് ഇയാൾ പോയി കുടിക്കും, രഹസ്യമായി കുടിക്കും. അങ്ങനെ രഹസ്യം ഉണ്ടാക്കി ആ രഹസ്യത്തിന്റെ ഉള്ളിൽ ജീവിക്കുക, അത് സത്യസന്ധതയില്ലായ്മയാണ്. അവനവനോട് സത്യസന്ധതയില്ലായ്മ, വികാരങ്ങൾ അയാളെ പിടിമുറുക്കി കൊണ്ടുപോവാണ്. അപ്പൊ അതൊന്ന്. പിന്നെ ഇയാൾക്ക് എല്ലാം മനസ്സിലായെന്നുള്ളൊരു അഭിനയം, അത് വേറൊരു രീതിയാണ്. ഞാനെല്ലാം മനസ്സിലാക്കി, ഭയങ്കര എല്ലാത്തിനും അയാൾ തലകുലുക്കി സമ്മതിക്കും. പക്ഷെ അയാളൊരു മാനിപ്പുലേഷനാണ് നടത്തുന്നത്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇത് എനിക്ക് വേണ്ടിയാണ്. സെൽഫ് ഹെൽപ്പ് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടി, എനിക്ക് എല്ലാം വേണ്ടപ്പെട്ടവരും വേണം, എൻ്റെ സമൂഹം വേണം, എൻ്റെ ശരീരം, മനസ്സ്, ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ആ ഒരു ധാരണ അയാൾക്ക്, ഒരു സയന്റിഫിക് നോളജ് അയാൾക്ക് വേണം. അതിൽ കൂടെ രക്ഷപ്പെടുള്ളൂ. അതാണ് നമ്മൾ ഇത്ര പറഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാനും പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു ലേസിനെസ്, ഒരു മടി, അതിന് ഗൗരവം കൊടുക്കാതിരിക്കുക, അത് ശരിക്കും മദ്യാസക്ത രോഗത്തിലും മറ്റു ലഹരി രോഗങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു. ഇതെല്ലാം പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുന്നത്. അതായത് എൻഡിങ് ഓഫ് ടൈം എന്ന് പറയും, സൈക്കോളജിക്കൽ ടൈമാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കുന്ന സമയമാണ് അത് പ്രവർത്തിക്കുന്ന. വാസ്തവത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്ന എപ്പോഴാണ്? അത് നീട്ടിക്കൊണ്ടു പോകുമ്പോഴാണ്. അപ്പൊ ഈ സൈക്കോളജിക്കലായിട്ടുള്ള ടൈം, ഇതിനെ സ്വീകരിക്കാനുള്ള സമയം നീട്ടിക്കൊണ്ടുപോയാൽ, ആ സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ജീവിതം അവസാനിക്കും. നമ്മളല്ലേ 36 വർഷമൊക്കെ
അങ്ങനെ ആലോചിച്ച് നടന്നുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടില്ലേ. അപ്പൊ ആ സമയം നീട്ടിക്കൊണ്ട് പോകുന്നത് അവസാനിപ്പിക്കണം. താങ്ക് യു ഡോക്ടറെ. താങ്ക് യു വിനയൻ ചേട്ടാ. ശിവചേട്ടാ ഓക്കെ താങ്ക് യു ഡോക്ടർ. കേക്കാവോ? ശിവചേട്ടാ വരാമോ? ആ പറഞ്ഞോട്ടെ. കേക്കാവോ? ഞാന് കേൾക്കാം പറഞ്ഞോ. ജോസഫ് ശിവചേട്ടാ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. കേൾക്കുന്നുണ്ട് പറഞ്ഞോ. അപ്പൊ ഈ അടുത്ത ദിവസം വന്ന ഇത് സാർ അറിയണതാണ്. സാറ് മരുന്ന് എഴുതി കൊടുത്തു. പക്ഷെ പുള്ളി പറഞ്ഞ മരുന്ന് ഞാൻ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പോകുന്നുണ്ടല്ലോ എന്നൊക്കെയാണ്. 10-20 വർഷം കുടിച്ച ആളാണ്. അപ്പൊ എന്ന് വെച്ചാ ഞാൻ അയാളിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് അയാൾ നമ്മൾ പറയുമ്പോ റിപ്ലൈ ഒന്നുമില്ല. അതായത് ഈ മദ്യാസക്തിനെ പറ്റി നമ്മൾ പറയുന്നത് എന്തോ ഒരു മറുപടി ഇല്ല അതിന്. അല്ലെങ്കിൽ ഞാൻ കൂടി നിർത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുമല്ലേ, അങ്ങനെയുള്ള മറുപടികൾ എന്ന് വെച്ചാൽ ഒരു ഫ്രീസ് ആയിട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്ത് നിൽക്കില്ല, അതുപോലെയാണ് കുട്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി എങ്ങാണ്ട് കേസൊക്കെ ആയി തോന്നുന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു 2 ദിവസം. വൈഫ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നീ അതിപ്പോ അതെന്തോ ആവട്ടെ, നീ നമ്മുടെ തീരുമാനം എടുക്കും, നമ്മൾ കുടിക്കാതിരിക്കാൻ വരും. പക്ഷെ പുള്ളി അടുത്ത 6 ദിവസം പുള്ളി കുടിച്ചു, തുടർച്ചയായി കുടിച്ചിട്ട് കോടതിക്ക് പോണേന്റെ തലേദിവസം പുള്ളി കുടിച്ചില്ല എന്ന് പറയണം. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, പുള്ളി സംസാരിക്കുമ്പോൾ കുടിച്ച പോലെ തോന്നുന്നു. ഏതായാലും പറഞ്ഞു വന്നു വെച്ചാല് ഈ തരത്തിലുള്ള ഒരു ഫോഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക്, അത് ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഒരാളോട് നമ്മൾ വെറുതെ വിളിച്ച് അയാളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ദേഷ്യം ഒരു നമ്മളോട് മിണ്ടാതിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. കറക്റ്റ് ആണത്. അപ്പൊ അവിടെ എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? അവിടെ നമ്മൾ കറക്റ്റായിട്ടും വേണ്ടത് ഒരു എന്താ പറയാന്ന് വെച്ചാല് ശരിക്കും ഒരു നല്ല ഒരു ഉപദേശം കൊടുക്കാം. അത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മരുന്ന് കൊടുക്കണം, ഫാർമക്കോതെറാപ്പി. അത് അയാളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ കൂടി അത് പ്രവർത്തിക്കുള്ളൂ. അയാളൊരു മനുഷ്യനല്ലേ, അയാൾക്ക് ആരെങ്കിലും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലും അയാൾ അനുസരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിൽ കൂടി അയാളുമായിട്ടൊരു സമ്പർക്കം ഉണ്ടാക്കുകയും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയും അയാൾ ജീവിച്ചിരിക്കണമെങ്കിൽ പോലും ഇത് ഒരു അത്യാവശ്യ സംഗതിയാണെന്നും ആ ചികിത്സ ഗൗരവമായിട്ട് സ്വീകരിക്കണം എന്നൊക്കെ പറയാം. ഇല്ലെങ്കിൽ അയാളുടെ അവസ്ഥ ഇങ്ങനെ എപ്പോഴും പോലീസിൽ പോവുകയും ആക്സിഡന്റ് ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളെങ്കിൽ ബലമായിട്ട് തന്നെ കസ്റ്റഡിയൽ കെയറിൽ വേണ്ടി വരും. കസ്റ്റഡിയൽ കെയർ എന്ന് പറയും. ചില ആൾക്കാർ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് സെന്ററിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കിടത്തും, ചികിത്സിക്കും. അവിടെ ഒരു ഫാർമക്കോതെറാപ്പി മരുന്ന് കൊടുക്കും, അവിടെ നിർത്തും അവര്. അത് ചിലപ്പോൾ അനിവാര്യമായിരിക്കും, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോകില്ലേ. ഇപ്പൊ മരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞാൽ വെച്ചാല് ആദ്യമേ അവൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള്. ഇപ്പൊ അയാളെ ഒരു മടിയാണ് കഴിക്കാനേ. അയാൾക്കത് പറഞ്ഞു കൊടുക്കാം, അയാൾ സഹകരിക്കുകയാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് അയാൾ ബലമായിട്ട് കൊണ്ടുപോകണം. അയാളെ സ്വന്തക്കാർക്ക് അത് പറ്റും. അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ജീവിച്ചിരിക്കില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ശിവചേട്ടാ? ഹലോ ഞാനാണ് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. എന്റെ പേര് മനീഷ്. ഞാനൊരു ആൽക്കഹോളിക്കാണ്. ഇന്നത്തെ ദിവസം ഞാൻ ദൈവസഹായത്തിൽ ഏതൊരു കൂട്ടായ്മയിലും കുടിച്ചിട്ടില്ല. ഞാൻ ഇതേപോലെ എന്നെ സെക്കൻഡ് ടൈമില് ഞാൻ 3 ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. സെക്കൻഡ് ടൈമില് എന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാൻ നേരത്ത് ഞാനിവിടെ കുറച്ചു നാൾ കൊണ്ടേ കുടിച്ചു കിടക്കുന്നു. അന്നേരം ലാസ്റ്റ് 3-4 ദിവസമായപ്പം അമ്മ എന്റെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി താഴെ കുടുംബമുണ്ട്. അന്നേരം കുടുംബത്ത് പോയി. അമ്മ പോയതോ ഒന്നും ഞാൻ അറിഞ്ഞതൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും പിണങ്ങി അമ്മ അങ്ങ് പോയി. ഇനി ഞാൻ വരത്തില്ല നിന്റെ കൂടെ, ഞാൻ ഡാഡി ഇല്ല, ഡാഡി മരിച്ചുപോയി. അന്നേരം ഞാൻ മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സായി. അതിനെ ചൊല്ലി കുടിയൊക്കെ ആയിരുന്നു. അന്നേരം ഞാനിങ്ങനെ നിന്നപ്പം അമ്മ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ വീണ്ടും ഇരുന്ന് കുടിച്ചോണ്ടിരിക്കുക. അന്നേരം
3 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഞാൻ ഇങ്ങനെ കിടക്കുക. അന്നേരം തലേ ദിവസം ഒരു ദിവസം ലാസ്റ്റ് ദിവസം എല്ലാരും വന്ന് വീട്ടിന് വെളിയിൽ നിന്ന് കുട്ടിയൊക്കെ നോക്കി. അന്നേരം ഒന്നും അനക്കമൊന്നുമില്ല. അങ്ങനെ ഇവരെല്ലാം പേടിച്ച് രാത്രി ഒരു 7-8 മണിയായപ്പം 5 മണിയൊക്കെ ആയപ്പം വന്ന് കുട്ടിയപ്പോഴും അനക്കമില്ല, കതവെല്ലാം അടച്ചിട്ടേക്കുന്നു. അന്നേരം ഇവർക്കെല്ലാം പേടിയായി. പേടിയായിട്ട് ജനമൊക്കെ കൂടി. അങ്ങനെ കൂടിയപ്പം പിന്നെ പോലീസ് വന്നു. കറക്റ്റ്. പോലീസ് വന്നിട്ട് കതവ് ചവിട്ടിയപ്പോഴത്തേന് കുറച്ച് ചെറുതായിട്ടെങ്ങാണ്ടേ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരം കതവ് ചവിട്ടി തുറന്ന് പോലീസ് അകത്ത് കയറി. പോലീസും കയറി, എൻ്റെ അമ്മാവനും വന്നായിരുന്നു. അന്നേരം ഞാൻ ഫ്രണ്ട് സെറ്റിയില് ഞാൻ ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതെ കിടക്കും. അന്നേരം ഈ സൗണ്ട്, ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടപ്പം ഞാൻ എഴുന്നേറ്റപ്പം ഞാൻ നോക്കിയപ്പോൾ കാക്കി ഡ്രസ്സും ഒക്കെ. ഞാൻ ചാടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാറേ? അന്നേരം കതവ് തുറന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ ജനങ്ങളും കൂടുതൽ എല്ലാം കൂടി നിൽക്കുന്നു. അന്നേരം ആക്ച്വലി എന്തോ നടന്നതെന്ന് എനിക്കറിയത്തില്ല. അന്നേരം ശരിക്കും അവര് പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കിടന്ന് അതിനുശേഷം പിന്നെ ഇതായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് അവര് കുറെ വെള്ളം എന്റെ തലയിൽ ഒഴിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് എന്നിട്ട് എന്റെ അമ്മാന്റെ അടുത്ത് പറഞ്ഞ് നാളെ ഇവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അന്നേരം പിറ്റേ ദിവസം മാമൻ പറഞ്ഞെടാ, ഇന്നുപോലെ സാറ് വന്ന് സ്റ്റേഷനിൽ വരണമെന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ വരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു, ഞാൻ എന്നിട്ട് എനിക്ക് കുടിക്കാതിരിക്കാൻ വയ്യല്ലോ, ഞാൻ ഇങ്ങനെ ഇരിക്കുവോ. കുടിക്കാൻ വേണ്ടി എന്തോ ചെയ്യണം, കയ്യിരുന്നെല്ലാം തീർന്നും പോയി. അമ്മയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുമില്ല, ആരെയും കിട്ടുന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ഉണ്ട് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു. അന്നേരത്തെ എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ. മനുഷ്യ പ്രശ്നമാ. അന്നേരം നമുക്ക് SI സാറിനെ പോയി കാണാം, ചെല്ലാനല്ലയോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരണോ സാറേ, അത് അങ്ങനെയൊക്കെ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു. അന്നേരം എന്റെ കസിൻ ബ്രദർ കൂടെ വന്നു. നീ വാടാ, വന്നേ പറ്റൂ, നീ പ്രശ്നമല്ലയോ, ഇനി അങ്ങനത്തെ അത് മതി, നീ ചെന്നില്ല എന്നുള്ളൊരു പേര് മതി എന്ന് പറഞ്ഞ്. ചുരുക്കം പറഞ്ഞ അപ്പോഴത്തേന് അമ്മയും വന്ന് അമ്മ പറഞ്ഞു, ഇപ്പൊ ചെല്ല്, ഇപ്പോ നീ അവര് ഇവിടെ വന്നേല്ലേ, നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഈ പോലീസും എന്റെ കസിനും കൂടെ ആ വണ്ടി കയറിയിട്ട് എന്നെ ആദ്യം സ്റ്റേഷനിലൊന്നുമല്ല കൊണ്ടുപോയത്. എന്നെ നേരെ ചടയമംഗലത്ത് ഒരു ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. ചടയമംഗലത്ത് അതാണ് അന്നേരം correct. പോലീസ്, അന്നേരം എന്റെ കൂടെ പോലീസുണ്ട്. അന്നേരം അവിടെ ചെന്നപ്പോ സൂക്ഷം പോലെ എനിക്ക് അന്ന് കോവിഡ്. അന്നേരം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തില്ല. അന്നേരം കോവിഡ് കഴിയട്ടെന്ന് പറഞ്ഞു. അന്നേരം ഈ പോലീസുകാരൻ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആ പോലീസുകാരന്റെ പേര് മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അന്നേരം പുള്ളി എന്റെ കൂടെ ഉണ്ട്. പുള്ളി എന്നിട്ട് എന്റെ കസിൻ ബ്രദർ, നമുക്കിവിടെ പുനലൂരൊരു ഹോസ്പിറ്റലുണ്ട്. എന്റെ കസിൻ ബ്രദർ എന്നെ കോവിഡ് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും കൊണ്ടുപോകണം, അത് സ്റ്റേഷനിലെ റൂൾ എങ്ങാണ്ടാ. അന്നേരം ഈ മനുഷ്യൻ എന്റെ കൂടെ ഈ കോവിഡ് കഴിയുന്നിടം വരെ 12 ദിവസം ആ റൂമിലുണ്ടായിരുന്നു. എന്നെ ക്വാറന്റൈനിലായിരുന്നു, ഈ മനുഷ്യൻ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നു. അന്നേരം ആ കോവിഡ് ഞാൻ നെഗറ്റീവ് ആയതിനു ശേഷം എന്നെ ഈ പോലീസുകാരനും പിന്നെ എല്ലാം എന്റെ വീട്ടിലെ എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു. അത് ഞാൻ പിന്നെ അറിഞ്ഞു. ഇവരെല്ലാം കൂടെ ചേർന്ന് എന്നെ KCMA ഡി-അഡിക്ഷൻ സെന്ററിലാക്കി. അങ്ങനെ ഈ അന്നേരം ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞ പോലീസ് എന്റെ കൂടെ വന്നതിന് ശേഷം അവിടുത്തെ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ട് പിന്നെ അന്നേരം അവിടെ എത്രയോ ദിവസം കഴിയുമ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ ഒരു പേപ്പർ വേണം, എന്നിട്ടേ എനിക്ക് റിലീസ് ആവാൻ പറ്റും. അങ്ങനെ കണ്ടായിരുന്നു അതിന്റെ പരിപാടി. ചുരുക്കം പറഞ്ഞ 40 ദിവസം ഞാൻ അവിടെ കിടന്നു. Correct. 40 അതാണ് ചികിത്സ. അതാണ് അതിന്റെ correct ചികിത്സ. എന്നിട്ട് സ്റ്റേഷനിൽ ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ എന്റെ കസിൻസ് എന്തോ പറഞ്ഞതൊക്കെ ഒഴിവാക്കി. പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയൊന്നുമില്ല. അങ്ങനെയായിരുന്നു എന്റെ സ്റ്റോറി ഡോക്ടറെ. ഞാൻ അവിടെ കിടന്നു 40 ദിവസം അവിടെ കിടന്നു. അതാണ് ഇങ്ങനെയായിരുന്നു. ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കറക്റ്റ്. ശരിയായ രീതി അതാണ്. ആക്ച്വലി അത് അന്നേരം ഈ പോലീസ് അവരെല്ലാം കൂടെ ചേർന്ന് വേറൊരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ എങ്ങനെ ഡോക്ടറെ? ഇപ്പൊ നിങ്ങള് മദ്യം കഴിച്ച് അത് പരസ്പരം അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതാണ് അതിന്റെ കറക്റ്റ് രീതി. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞ കസ്റ്റഡിയൽ ഇതെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളിപ്പോ ഞാൻ ഇപ്പോഴാ. മദ്യം കഴിച്ചിട്ട് ഒരു ബോധം. ഹലോ ഹലോ, കേൾക്കാം ഡോക്ടറെ? കേൾക്കാം ഡോക്ടർ. ഡോക്ടർ പറഞ്ഞില്ല ഈ കസ്റ്റഡിയൽ ആയിട്ട് ആ പുള്ളിയെ ഡി-അഡിക്ഷൻ ആക്കണമെന്ന് പറഞ്ഞ്
ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ പോലീസുകാരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഞാൻ പറയുക. ഞാൻ അല്ല പറയാൻ സാറേ. പോകുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ മദ്യം കറക്റ്റ്, അതാണ് രീതി, അതാണ് അതിന്റെ കറക്റ്റ് രീതി. അങ്ങനത്തെ അല്ല സാറേ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ? അങ്ങനത്തെ ചികിത്സ കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകും സാധ്യത. അതെ അതെ അതെ. ഇത് അല്ലാതെ താങ്ക് യു വീട്ടിലാരും താങ്ക് യു പറഞ്ഞു ഞാൻ മനീഷ് ചേട്ടാ. താങ്ക് കേൾക്കത്തില്ല. നിങ്ങൾ താങ്ക് യു. ഉപേക്ഷിക്കപ്പെട്ടാല് നിങ്ങൾ ആ മദ്യത്തിന്റെ ഉള്ളിൽ തന്നെ മരിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാണ്. ഇപ്പൊ ഈ സുഹൃത്ത് ഇങ്ങനെ പങ്കുവച്ചല്ലോ, ഈ മദ്യത്തിന്റെ അളവ് ശരീരത്തിൽ എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ആ അളവിന്റെ അനുസരിച്ച് തന്നെ അതിന്റെ കൂടെ മരണമുണ്ട്. ഉദാഹരണത്തിന് ഒരു 0.1% മദ്യമുള്ളൂ ശരീരത്തിൽ, നല്ല സുഖമായിട്ടാണ് തോന്നും, നല്ലൊരു പ്ലഷർ, ഭയങ്കര സന്തോഷം പോലെ തോന്നും, പുറമേക്കൊക്കെ ഭയങ്കര ആഹ്ലാദം പ്രകടിപ്പിക്കും, ചെറിയ തലകറക്കം പോലെ തോന്നും. അതേസമയം അത് 0.1 കഴിഞ്ഞാൽ അതിന്റെ 2 ഇരട്ടി, 0.22% മദ്യമാണെങ്കിലുണ്ടോ ആ മദ്യത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, വിറയൽ പ്രശ്നങ്ങളൊക്കെ, അത് നടത്തത്തിനൊക്കെ കുഴച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ. നേരെ മറിച്ച് അത് കുറച്ചുകൂടി കൂട്ടി 0.3% ആയിക്കഴിഞ്ഞാൽ ഒരു മരണസാധ്യതയാണ്. 0.4 കഴിഞ്ഞ് പോകണമെങ്കിൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഭീകരമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ മദ്യത്തിന്റെ കോൺസെപ്റ്റ്. ഒന്നുമില്ല, തുടർച്ചയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ ഈ അളവൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ കുടി തുടങ്ങി രോഗാവസ്ഥയിലേക്ക് കയറാൻ പോകുന്ന ഒരാളില് ഈ അളവ് കൂടുന്തോറും മരണസാധ്യത ഭയങ്കര കൂടുതൽ. എത്ര ആൾക്കാർ ഇപ്പൊ വിദേശത്തൊക്കെ അങ്ങനെ മരിക്കുന്നറിയും, പോവും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു മനീഷ് ബ്രോ. ശ്രീജിത്ത് ഭായ് പറഞ്ഞോളൂ. ഡോക്ടർ, എൻ്റെ ഒരു സംശയം, അത് ഒരാളൊരു മദ്യപാനി മദ്യം നിർത്താനാണ് ആഗ്രഹിക്കുന്നു, കഠിനമായി ആഗ്രഹിക്കുന്നു, പല ശ്രമങ്ങളും നടത്തുന്നു, പക്ഷെ അദ്ദേഹത്തിന് അത് സാധിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കായിട്ട് നിർത്തിവെക്കും. എന്നിട്ട് അദ്ദേഹത്തെ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാനുള്ള ചെയ്യാനെത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ അതിന് അദ്ദേഹം ഒരുങ്ങുന്നില്ല. അദ്ദേഹം ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവുള്ളത് സംഭവിക്കട്ടെ, അപ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുകിൽ എൻ്റെ ജോലിയിൽ എനിക്ക് സസ്പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും കള്ളു കുടിച്ചിട്ട് ഒരു ആക്സിഡന്റ് പറ്റട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഒരു പോലീസ് കേസിൽ വഴി ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ ആ സമയം ചെയ്യാം. അതുവരെ വണ്ടി ഇങ്ങനെ മദ്യപാനിയായ മനുഷ്യൻ ഇങ്ങനെ കുടിച്ചുകൊണ്ട് പൊയ്ക്കോട്ടെ ഇരിക്കട്ടെ എന്ന രീതിയിൽ തുടർന്നുകൊണ്ടേ അതാണ് ഇരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നിസാരമാക്കൽ പരിപാടിയാണ്. അതൊരു ഒരു മദ്യാസക്തന്റെ കൂടെയുള്ള സ്വഭാവ രീതിയാണത്. ഈ എന്ത് നിസാരാക്കുക. മറ്റുള്ളവര് നിയമത്തിന് ഗൗരവമുണ്ട്. ഒരു വണ്ടി കൊണ്ടുപോയിട്ട് ഒരാളെ ഇടിക്കാൻ പോയി, ഇടിച്ചിപ്പോ മരിച്ചില്ല. ഞാൻ ചോദിച്ചത് അത് ആ ലക്ക് ഇത്ര നാൾ തുടരും, അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നാൽ അദ്ദേഹം എന്തെങ്കിലും മരണത്തിലോട്ട് ചെറിയൊരു പോകുമോ? കുഴപ്പം പറ്റി ഒരു സാധാരണ മനുഷ്യന് തന്റെ കയ്യിൽ നിന്ന് ഭയങ്കര വ്യാസക്തിന് അത് മനസ്സിലേക്ക് പോവില്ല, നിസാരാക്കും. സാറേ സൗണ്ട് ബ്രേക്ക്, ഇടയ്ക്ക് കേൾക്കുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല സാറേ. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഇപ്പം കേൾക്കാം. കേൾക്കാം സാറേ. അതായത് ഒരു സാധാരണ മനുഷ്യൻ ഒരു വാഹനം ഓടിച്ച് ചെറിയൊരു പിഴവ് പറ്റി, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായേനെ, അയാൾ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം, വിഷമം, ഒരു ഉത്കണ്ഠ,
എന്ത് മധ്യസ്ഥത്തിന് അതിൽ അധികം ഭയമൊന്നും ഉണ്ടാവില്ല. അയാൾ എങ്ങനെയെങ്കിലും പോലീസിനെ സ്വാധീനിക്കാനൊക്കെ നോക്കും, അവർക്ക് വേണമെങ്കിൽ കൈക്കൂലി കൊടുക്കാൻ നോക്കും. അതാണ് വ്യത്യാസം. പിന്നെ പലപ്പോഴും പോലീസുകാർ വെറുതെ വിടുകയൊക്കെ ചെയ്യും. പൊക്കോട്ടെ എന്ന് പറയും, ഞാൻ അടുത്ത പ്രാവശ്യം പിടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെയാണ് പോലീസിലുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ചില ആൾക്കാർ. ഏതെങ്കിലും ഒരു ബന്ധു ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കും. അപ്പോൾ അയാൾ വിട്ടുകൊടുക്കും. പണ്ടൊരിക്കൽ ഞാൻ ഈ ബത്തേരിയിൽ, സുൽത്താൻ ബത്തേരിയിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോയി. ആ സമയത്ത് ഒരു പോലീസുകാരൻ, മദ്യപാനിയായിട്ടുള്ളൊരു പോലീസുകാരൻ അവിടെ ചെന്നിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്ന് ആ സിസ്റ്റർമാരെയൊക്കെ വരട്ടിയിട്ട്, ഇയാളെ കൂട്ടുകാരൻ മദ്യപിക്കുന്ന ആളാണ്, അപ്പോൾ അയാളെ പിടിച്ചിറക്കിക്കൊണ്ടുപോയി സെന്ററിൽ നിന്ന്. ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്ത് അയാളെ ജോലി തന്നെ പോകും. സസ്പെൻഷൻ മാത്രമല്ല, ചികിത്സയിലിരിക്കുന്ന രോഗിയെ ആശുപത്രി വന്ന് വരട്ടിയിട്ട് ഇറക്കിക്കൊണ്ട് പോയാറുണ്ടല്ലോ. ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ, അയാളുടെ സ്വഭാവമൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോലീസുകാരുടെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, മദ്യാസക്ത രോഗികളിലൊക്കെ ഉണ്ട്. താങ്ക് യു ഡോക്ടറെ. താങ്ക് യു സാർ. താങ്ക് യു ഡോക്ടർ. ബിനോയ് ചേട്ടാ, ചോദിക്കാനാണോ? ഡോക്ടർ, എൻ്റെ പേര് ബിനോയ്. ഞാനാണ് കുറച്ച് മദ്യാസക്ത രോഗിയാണ്. ഷിബുചേട്ടൻ പറഞ്ഞ വ്യക്തി ഞാനാണേ. ഞാൻ ഡോക്ടർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി മരുന്നുകളുണ്ട് ഇപ്പൊ. അത് പല ആൾക്കും അറിയാൻ പാടില്ല. സാറേ കേൾക്കുന്നില്ല. ഫാർമക്കോതെറാപ്പി എന്ന് പറയും, മരുന്നുകൊണ്ടുള്ള ചികിത്സ. മദ്യത്തോടുള്ള ആർത്തി നിൽക്കാനുള്ള മരുന്നുകളുണ്ട്, ആർത്തി നിർത്താനുള്ള മരുന്നുണ്ട്, ആർത്തി കുറയ്ക്കാനുള്ള. പിന്നെ മദ്യത്തോട് വെറുപ്പ് തോന്നുന്ന മരുന്നുകളുണ്ട്. ഇങ്ങനത്തെ 2-3 തരത്തിലുള്ള വില കൂടിയ മരുന്നുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു 3 ആഴ്ചയൊക്കെ ഞാൻ പല ആൾക്കും കുറിച്ച് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ വിഡ്രോയിൽ വന്നിട്ട് ഉറക്കമൊക്കെ നഷ്ടപ്പെടും. അതിനൊക്കെ കൂടിയുള്ളൊരു മരുന്ന് ചികിത്സ വന്നിട്ട് അതിന് ശേഷം ഏകദേശം 1 മാസമൊക്കെ പിടിക്കും അത്. ആ ചികിത്സ കഴിഞ്ഞിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാക്കും. 24 മണിക്കൂർ പ്രോഗ്രാമിൽ കൂടി മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്താൽ എളുപ്പമാണ്, ഈസിയാണ്. പല ആൾക്കാരും പ്രോഗ്രാമിൽ വന്നത് അങ്ങനെയാണ്.